അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ അൻഫഅനി ബിമാ അല്ലംതനി വഅല്ലംനി മാ യൻഫഉനാ റബ്ബി സിദ്നി ഇൽമ. എന്നെ പരിചയപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടതുകൊണ്ട് എൻ്റെ പേര് മുഹമ്മദ് അസ്ലം എന്നാണ്. സ്വദേശം തിരൂർ വെട്ടം. നമ്മളെ ഗുരുനാഥന്മാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. അബൂബക്കർ മാഷ്, അതുപോലെ തന്നെ റഹീം സാറ്, മജീദ് സാഹിബ്, ഇവരൊക്കെ നമ്മളെ ടീച്ചേഴ്സാണ്. എന്നെ പരിചയമുള്ള എനിക്കറിയാവുന്ന കുറേ മുഖങ്ങൾ ഞാൻ കാണുന്നുണ്ട്. ഞാൻ നിലവിൽ കോഴിക്കോട് ഓമശ്ശേരി ശാന്തി ഹോസ്പിറ്റലിൽ പീഡിയാട്രിഷ്യനായി വർക്ക് ചെയ്യുകയാണ്. വിവാഹിതനാണ്, 3 മക്കളുണ്ട്. പിന്നെ സോളിഡാരിറ്റി അംഗമാണ്. നമ്മുടെ ഇന്നത്തെ ചർച്ചയുടെ വിഷയം നാസ്തികത, ദൈവം, ദൈവാസ്തിക്യം, ഇങ്ങനത്തെ ചില വിഷയങ്ങളെക്കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈ ഒരു ദിവസം നമ്മൾ പഠിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. വളരെ ഗഹനമായിട്ടുള്ള 2 സെഷൻ, ഉദ്ഘാടന സെഷനും അതുപോലെ തന്നെ TMൻ്റെ ടോപ്പിക് പ്രസൻറ്റേഷനും കഴിഞ്ഞു. അതിൻ്റെ സാമൂഹ്യ വശങ്ങളാണ് പ്രധാനമായും അവർ കവർ ചെയ്തത്. ഇനി വരാൻ പോകുന്നത് കുറേ കൂടി ശാസ്ത്രമാണ്. അതുകൊണ്ട് ശാസ്ത്രീയമായ പദങ്ങൾ പരിചയമില്ലാത്ത ആളുകൾക്ക് ഇൻഷാ അല്ലാഹ് എന്നെ പറ്റുന്നതിൻ്റെ പരമാവധി ഞാൻ സിമ്പിളായിട്ട് പറയാൻ ശ്രമിക്കാം. പക്ഷേ നമ്മുടെ ശരീരം വളരെ കോംപ്ലക്സ് ആണ്. അതിൽ പടച്ചവൻ ഒരുക്കിയിട്ടുള്ള സാധനങ്ങൾ ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് അത് വളരെ ചെറിയൊരു സമയം കൊണ്ട് പറയുമ്പോൾ അത് ഗ്രാസ്പ് ചെയ്യാൻ എത്രത്തോളം പറ്റുമെന്നുള്ളതിനെ കുറിച്ച് എനിക്കൊരു ഭയമുണ്ട്. എന്നാലും ഇൻഷാ അല്ലാഹ് ഈ ഒരു എഫേർട്ടിനെ അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ഈ ഇരിക്കുന്നതിൻ്റെ ഉദ്ദേശം അള്ളാഹുവിൻ്റെ റിള എന്നുള്ളത് മാത്രമാണ്. അതിനപ്പുറത്ത് എന്തെങ്കിലും ഉദ്ദേശമുണ്ട് എങ്കിൽ അള്ളാഹു അത് നമ്മളിൽ നിന്നും മാറ്റിത്തരട്ടെ. ഈ ഇരിക്കുന്ന സദസ്സിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ചർച്ചകളാണ്, പഠനമാണ്, അള്ളാഹുവിൻ്റെ ദിക്റാണ്. അതുകൊണ്ട് മനുഷ്യരെക്കാൾ അധികം മലക്കുകൾ ഇപ്പോൾ ഇവിടെ ലൈവായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ആ ഒരു ഗൗരവത്തിൽ ഈ ഒരു വിഷയത്തെ പരമാവധി മനസ്സിലാക്കാനും പഠിക്കാനും അത് ബാക്കിയുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാവാനും അള്ളാഹു നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. നമ്മളിങ്ങനെ ഇരിക്കുന്ന ഈ സമയത്തും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ വേദന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് മനുഷ്യർ ഭൂമിയുടെ വിവിധ ദേശങ്ങളിലുണ്ട്. സവിശേഷമായി നമ്മുടെ ഫലസ്തീനിലെ സഹോദരങ്ങൾ. ഇരുത്തത്തിൻ്റെ ഉദ്ദേശം എന്താണെങ്കിലും, ചർച്ചയുടെ ടോപ്പിക് എന്താണെങ്കിലും, ഫലസ്തീനു വേണ്ടി പ്രാർത്ഥിക്കാത്ത ഒരു സദസ്സും ഉണ്ടാവരുത് എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. അള്ളാഹു നമ്മുടെ സഹോദരങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഉന്നതമായ വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാ നിലക്കുള്ള വിജയം നൽകട്ടെ. സമയം പരിമിതമാണ്. ഞാൻ ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. ഹെഡിങ് എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്, ദൈവാസ്തിക്യം. അതിനെക്കുറിച്ച് നിരീശ്വരവാദത്തിന് എന്താ പറയാനുള്ളത്, ഇസ്ലാമിന് എന്താ ഞാൻ ഇതായിരിക്കും എനിക്ക് കംഫർട്ടബിൾ തോന്നണം എന്നുള്ളതാണ് ഇൻഷാ അല്ലാഹ് ഈ ഒരു കുറഞ്ഞ സമയത്തിൽ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, മനുഷ്യന്മാർ അവർ ദൈവവിശ്വാസികളാണോ അല്ലേ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ സാധാരണഗതിയിൽ 3 തരംതിരിക്കാറുണ്ട്. ഇതൊരു പഠന സെഷനാണ്. വേണ്ട ആളുകൾക്ക് ചെറിയ രീതിയിൽ കുറിപ്പുകൾ എഴുതാം. തീയിസ്റ്റുകൾ, എത്തീസ്റ്റുകൾ, അഗ്നോസ്റ്റുകൾ. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? തീയിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പിന്നിൽ ഒരു പടച്ചവനുണ്ട്. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ പിന്നിൽ ഇതിനെ സൃഷ്ടിച്ച ഒരു പടച്ചവനുണ്ട് എന്ന് വിശ്വസിക്കുന്ന, അതിൽ വ്യത്യസ്തമായ വൈവിധ്യങ്ങളൊക്കെ അവർക്കിടയിൽ ഉണ്ടായിരിക്കും.
അങ്ങനെ ഇതിൻ്റെ പിന്നിൽ ഒരു ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്കാണ് എന്തെന്ന് പറയാം? തീയിസ്റ്റുകൾ എന്ന് പറയാം. അങ്ങനെ ഒന്നില്ല. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഞാനും നിങ്ങളും സൂര്യനും ചന്ദ്രനും വെള്ളവും വെളിച്ചവും മാത്രമേ ഉള്ളൂ. ഇതിനപ്പുറത്ത് ഇതിനെ പടക്കുകയോ നിയന്ത്രിക്കുകയോ സംവിധാനിക്കുകയോ ഒന്നും ചെയ്ത വേറെന്തോ ഒരു ശക്തി ഉണ്ട് എന്ന് വിശ്വസിക്കാത്ത പദാർത്ഥവാദികളെയാണ് എന്തെന്ന് പറയാം? എത്തീസ്റ്റുകൾ അല്ലെങ്കിൽ നിരീശ്വരവാദികൾ എന്ന് പറയുക. ഈ ദൈവം ഉണ്ടാവേ ഉണ്ടാവാതിരിക്കേ എന്തോ ആയിക്കോട്ടെ, അതൊന്നും ഞങ്ങളുടെ വിഷയമേ അല്ല, ഞങ്ങളിങ്ങനെ ജീവിച്ചോളാം എന്ന് പറയുന്ന വാദഗതിയാണ് സന്ദേഹവാദികൾ അല്ലെങ്കിൽ അഗ്നോസ്റ്റുകൾ എന്ന് പറയുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എത്തീസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെറ്റീരിയൽ വേൾഡ് മാത്രമേ ഉള്ളൂ, നത്തിങ് ബിയോണ്ട് ദിസ് മെറ്റീരിയൽ വേൾഡ്. ഈ മെറ്റീരിയൽ വേൾഡിന് അപ്പുറത്ത് ഇതിനെ പടച്ച ഒന്നില്ല. ഇവിടെ നടക്കുന്ന കുറേ ക്രയവിക്രയങ്ങൾ, ഇവിടെയുള്ള മാറ്ററുകൾ പലതായി മാറുന്നു, ഇവിടെയുള്ള മൂലകങ്ങൾക്ക് രൂപമാറ്റം വരുന്നു, അതങ്ങനെ രൂപമാറ്റം വന്നിട്ട് ജീവൻ ഉണ്ടാകുന്നു, അങ്ങനെ ന്യൂക്ലിക് ആസിഡ് ഉണ്ടാകുന്നു, അതിൽ പല വ്യത്യസ്തങ്ങളായ വൈവിധ്യങ്ങൾ സംഭവിച്ച് ഓരോ സ്പീഷീസുകൾ ഉണ്ടാകുന്നു, ജീവജാലങ്ങൾ ഉണ്ടാകുന്നു. അതിനിടയിൽ പലതും സംഭവിച്ചുകൊണ്ട് ഇങ്ങനെ റാൻഡമായി അൺഗൈഡഡായി ആരാലും നിയന്ത്രിക്കപ്പെടാതെ എന്തൊക്കെയോ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന വിശ്വാസമാണ് യഥാർത്ഥത്തിൽ എന്ത്? മെറ്റീരിയലിസം അല്ലെങ്കിൽ എത്തീസം എന്ന് പറയുന്നത്. ഈ സാധനം അള്ളാഹു എന്നുള്ള ഈ ഒരു പാശമുണ്ടല്ലോ, അതിനെ അങ്ങ് കട്ട് ചെയ്യുക. ഇതാണ് അടിസ്ഥാനപരമായിട്ട് ഇവർ ചെയ്യുന്നത്. അതിൽ നിന്നാണ് പിന്നെ ബാക്കിയുള്ള ഇതിൻ്റെ സർവ്വശാഖകളും മുളച്ച് പൊന്തുന്നത്. അവിടെ നിന്നാണ് ലിബറലിസം വരുന്നത്. പടച്ചവൻ എന്നുള്ള ഈ നൂലങ്ങോട്ട് പൊട്ടിച്ചു കഴിഞ്ഞാൽ, ഈ കയറങ്ങോട്ട് പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ ആയി മാറുക എന്നൊരു ഐഡിയ ഉണ്ടാവില്ല. അവർ പിന്നെ പറയും ആണെന്ന് തോന്നുന്നതിൻ്റെ പകരം പെണ്ണെന്ന് തോന്നിയാൽ അയാൾ പെണ്ണാണെന്ന് പറയും, പട്ടിയെന്ന് തോന്നിയാൽ പട്ടിയാവാം എന്ന് പറയും, ആണിന് ആണിൻ്റെ കൂടെ പോകണം എന്ന് പറയും. അല്ല, ഇതൊന്നും ശരിയല്ല, എന്തൊക്കെ വാദങ്ങളുണ്ട് ദുന്യാവിൽ, അതൊക്കെയും പിന്നെ സ്കോപ്പുള്ളതാണ്. കാരണം അള്ളാഹു എന്നുള്ള നേരത്തെ ടീം പറഞ്ഞു, മനുഷ്യൻ എന്നുള്ള സങ്കല്പം പോലും നിലനിൽക്കുന്നത് പടച്ചവൻ എന്നുള്ള അസ്തിത്വം നമ്മൾ അംഗീകരിക്കുന്നതിലൂടെ മാത്രമാണ്. അതല്ലാത്തടത്ത് ഇതെല്ലാം തകർന്നു പോകും. പിന്നെ എന്താ ആയി മാറുക എന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണയും നമുക്ക് പലതുമായി മാറും. അതാണ് യഥാർത്ഥത്തിൽ എത്തീസം എന്ന് പറയുന്നത്. ഇനി ഇസ്ലാം തൗഹീദാണ് മുന്നോട്ട് വെക്കുന്നത്. ഇസ്ലാം അള്ളാഹുവിനെ കുറിച്ചുള്ള സങ്കല്പമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഏകദൈവസംഘം, മോണോത്തീസമാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഖുർആനിൽ അള്ളാഹു ആര് എന്ന ചോദ്യത്തിന് ഏറ്റവും ഹ്രസ്വമായ എന്നാൽ നിറഞ്ഞ കണ്ടന്റുകളോട് കൂടി ഉത്തരം പറയുന്ന ഒരു കുഞ്ഞു സൂറത്തുണ്ട്. ഏത് ചെറിയ കുട്ടിയും പറയും. ഏതാണ് സൂറത്ത്? സൂറത്തുൽ ഇഖ്ലാസ്. കുൽ, നബിയെ താങ്കൾ പറയണം, അല്ലാഹു അഹദ്, അള്ളാഹു ഏകനാണ്, ദൈവം ഏകനാണ്. അള്ളാഹു സ്വമദ്, അള്ളാഹു സ്വമദാണ്. ലം യലിദ്, അവൻ ജനിച്ചവനല്ല. വലം യൂലദ്, ലം യലിദ് വലം യൂലദ്, ജനിക്കുകയോ ജനിപ്പിക്കുകയോ ചെയ്തവനല്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യമായിട്ട് മറ്റൊരാളുമില്ല. എന്താണ് സ്വമദ്? അഹദ് എന്ന് പറഞ്ഞാൽ ഏകനാണ്. എന്താണ് സ്വമദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നിരാശ്രയൻ, എല്ലാവരാലും ആശ്രയിക്കപ്പെടുന്നവനും എന്നാൽ തിരിച്ച് ഒന്നിനെയും ആശ്രയിക്കേണ്ടതില്ലാത്തതുമായ അസ്തിത്വം. അതിനാണ് നമ്മൾ എന്തെന്ന് പറയാ? സ്വമദ് എന്ന് പറയാ. സർവരാലും ആശ്രയിക്കപ്പെടുന്നു, എല്ലാത്തിനാലും ഡിപ്പെൻഡ് ചെയ്യപ്പെടുന്നു, തിരിച്ചൊന്നിനെയും അങ്ങോട്ട് ഒരു നിലക്കും ആശ്രയിക്കേണ്ടതില്ലാത്ത സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ്. ഇതിനാണ് നമ്മൾ എന്ത് പറയാ? സ്വമദ് എന്ന് പറയാം. അള്ളാഹുവിനെ കുറിച്ച് ഖുർആൻ നിരന്തരമായിട്ട് സംസാരിക്കുന്നുണ്ട്. പല പദങ്ങൾ ഉപയോഗിച്ച് അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഒരു മനുഷ്യൻ്റെ അടുത്ത് ആരാണ് ദൈവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ സിമ്പിളായിട്ട് പറയുന്ന ഒരുത്തരുണ്ട്. എന്താ പറയാ? ഇതൊക്കെ സൃഷ്ടിച്ച ആൾ, ഖാലിഖ്, ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിറു ലഹുൽ അസ്മാഉൽ ഹുസ്ന എന്ന് ഖുർആൻ നമ്മളെ പരിചയപ്പെടുന്നതായിട്ട് കാണാൻ കഴിയും. അള്ളാഹുവാണ് ഇതിനെല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ളത്, ഇതിനെല്ലാം സൃഷ്ടിക്കുകയും സംവിധാനം. ഏതൊരു മനുഷ്യനും അയാൾ ദൈവം എന്നുള്ളതിനെ അടിസ്ഥാനപരമായിട്ട് കൽപ്പിക്കുന്ന ഒരു ഡെഫിനിഷനാണ് ഇതെല്ലാം സൃഷ്ടിച്ച ആള് എന്ന്. അപ്പോൾ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ദൈവസങ്കല്പത്തിൻ്റെ ഒരു എസൻസ് ആണ് നിങ്ങൾക്ക് ഈ സ്ലൈഡിൽ കാണാൻ പറ്റുന്നത്. ഇങ്ങനെ ഒരു ദൈവം ഉണ്ടോ?
ദൈവത്തെ ശാസ്ത്രീയമായി തെളിയിക്കാൻ പറ്റും. നേരത്തെ സെഷനിൽ ചെറിയ രീതിയിൽ ആ കാര്യം സൂചിപ്പിച്ചു. കാരണം നമ്മൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു വാദം ശാസ്ത്രമാത്രവാദമാണ്, അല്ലേ? പണ്ട് കലക്കും അതുപോലെ തന്നെ കവിതക്കൊക്കെ ഉണ്ടായിരുന്ന പ്രാധാന്യം ഇന്ന് എന്തിനുള്ളത്? സയൻസിനാണ്, മെറ്റീരിയൽ എവിഡൻസിനാണ്. നമ്മളെ സുഹൃത്തുക്കളുടെ അടുത്ത് നിങ്ങൾക്കൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. എത്തീസ്റ്റായ നിങ്ങളുടെ സുഹൃത്തിൻ്റെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് അവർ പറയും, നീ സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്യ്, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കാം. നമുക്ക് യാതൊരു തടസ്സമില്ല ഇത് വിശ്വസിക്കുന്നതിന്. എന്നാണോ സയൻസ് ദൈവം ഉണ്ടെന്ന് കണ്ടെത്തുന്നത് അന്ന് ഞാൻ വിശ്വസിക്കാം. കേട്ടിട്ടില്ലേ ഈ ഒരു വാദം? കേട്ടിട്ടില്ലേ? എല്ലാവരും പറയുന്ന വാദം. സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്യാൻ പറ്റുമോ ദൈവത്തിന്? പറ്റുമോ? എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ? സയൻറ്റിഫിക്കലി ദൈവത്തിൻ്റെ എക്സിസ്റ്റൻസിനെ പ്രൂവ് ചെയ്യാൻ പറ്റൂല്ലേ? ഏതെങ്കിലും കാലത്ത് പറ്റുമോ? ഡെഫിനറ്റ്ലി. അതാണ് ആൻസർ. സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റീരിയൽ വേൾഡിനെ കുറിച്ച്, മെറ്റീരിയൽ ടൂൾസ് ഉപയോഗിച്ച് പഠിക്കുന്നതിനെ പറയുന്ന പേരാണെന്ത്? സയൻസ്. മെറ്റീരിയൽ വേൾഡിൻ്റെ അപ്പുറത്ത് ഇതുമായിട്ട് ഒരു ബന്ധവും സ്വത്വപരമായിട്ടില്ലാത്ത ഒരു അസ്തിത്വത്തിനാണ് നമ്മൾ ഇന്ന് പറയുന്നത് ദൈവം എന്ന് പറയുന്നത്. ബൈ ഡെഫിനിഷൻ മെറ്റീരിയൽ വേൾഡിന് അപ്പുറത്തുള്ള ഒരു സാധനത്തെ മെറ്റീരിയൽ ടൂൾ ഉപയോഗിച്ചിട്ട് എങ്ങനെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും? അതുകൊണ്ട് ഏതെങ്കിലും കാലത്ത് ഞാനിതാ ദൈവത്തെ ശാസ്ത്രീയമായി തെളിയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം രണ്ടാലൊന്നാണ്. ഒന്നുകിൽ അത് ദൈവമല്ല, അല്ലെങ്കിൽ ശാസ്ത്രീയം എന്ന് പറയുന്നതിന് അയാൾ വേറെന്തോ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. അല്ലാതെ നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്ന ശാസ്ത്രീയം, ശാസ്ത്ര പഠനം എന്നുള്ള മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഒരിക്കലും തന്നെ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ദൈവസങ്കല്പത്തെ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ല, പറ്റാൻ പാടില്ല. അപ്പോൾ പിന്നെ ദൈവത്തിന് തെളിവില്ലേ? നേരത്തെ നമ്മുടെ സുഹൃത്ത് പറഞ്ഞു, ലോജിക്കലി വി ക്യാൻ പ്രൂവ്. ഇൻഷാ അല്ലാഹ് അതിലേക്കാണ് നമ്മൾ അടുത്ത സ്ലൈഡിൽ കടക്കാൻ പോകുന്നത്. സാധാരണഗതിയിൽ ദൈവ അസ്തിത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോമൺ ആയിട്ട് എല്ലാവരും പറയാറുള്ള ഫിലോസഫിക്കലായിട്ടുള്ള 4 ആർഗ്യുമെൻ്റാണ് നിങ്ങൾ സ്ലൈഡിൽ കാണുന്നത്. കോസ്മോളജിക്കൽ ആർഗ്യുമെൻറ്റ്, ഡിപ്പെൻഡൻസി ആർഗ്യുമെൻറ്റ്, ഇൻ്റലിജൻറ്റ് ഡിസൈൻ ആർഗ്യുമെൻറ്റ്, ഇൻഫർമേഷൻ ഡിസൈൻ ആർഗ്യുമെൻറ്റ്. പേര് കേട്ട് ഞെട്ടണ്ട, ഇൻഷാ അല്ലാഹ് ഓരോന്നോരോന്നായിട്ട് നമുക്ക് പറയാം. കോസ്മോളജിക്കൽ ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രപഞ്ചത്തെക്കുറിച്ച് ഇന്ന് നമ്മുടെ തിരിച്ചറിവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിനൊരു തുടക്കമുണ്ട്. ഇതിങ്ങനെ അനാദിയിലുണ്ടായ ഒരു സാധനമല്ല. നമ്മൾ ഇന്ന് കാണുന്ന ഈ ഗാലക്സികൾ, അതുപോലെ തന്നെ നമ്മുടെ ഈ ഒബ്സർവബിൾ യൂണിവേഴ്സ്, ഇതിനൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ട്. നമ്മളിപ്പം നമ്മുടെ കണ്ടെത്തലുകൾ അനുസരിച്ചിട്ട് മനസ്സിലാക്കുന്നത് 13.8 ബില്യൺ ഇയേഴ്സ് ബാക്ക്. ഒരു ബില്യൺ എന്ന് പറഞ്ഞാൽ അത്ര 100 കോടി അല്ലേ? അപ്പം അത്രയും വർഷങ്ങൾക്ക് ബാക്കിലാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി സംഭവിച്ചിട്ടുള്ളത്. അതിനു മുമ്പ് എന്ന ചോദ്യം പോലും അപ്രസക്തമാകുന്ന വിധത്തിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള നത്തിങ്നെസ് ആയിരുന്നു. ആബ്സല്യൂട്ട് നത്തിങ്നെസ്, ഒന്നുമില്ലായ്മ. ഇപ്പോൾ ഒന്നുമില്ലായ്മ എന്നുള്ള സങ്കല്പത്തെ നമ്മുടെ ബ്രെയിനിലേക്ക് കൊണ്ടുവരാൻ കുറച്ചൊരു പാടാണ്. നമുക്ക് ഒന്നുമില്ലായ്മ എന്ന് പറയുമ്പം ഒന്നുമില്ലാത്ത ഒരു സ്ഥലം നമ്മുടെ മനസ്സിലേക്ക് വരും അല്ലേ? കാലിയായി കിടക്കുന്നൊരു. പക്ഷെ അതും ഇല്ല, ഡയമെൻഷൻസ് ഇല്ല. എക്സ്, വൈ, സെഡ് എന്ന് പറയുന്ന ഡയമെൻഷൻസ്, മാനങ്ങളില്ല. എന്തിനേറെ പറയാൻ, നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയം പോലും ബിഗ് ബാങ്ങിന് ഇപ്പുറത്തേക്കാണ് ഉള്ളത് എന്നുള്ളതാണ് നിലവിലുള്ള ശാസ്ത്രത്തിൻ്റെ അനുമാനം. അപ്പം ഇല്ലാത്ത ആബ്സല്യൂട്ട് നത്തിങ്നെസ് എന്ന് പറയുന്ന ഒരു സാധനം, തികച്ചും പൂജ്യമായ ഒന്ന്, ഇന്ന് എന്തോ ഒന്നായി മാറിയിട്ടുണ്ട്. ഇവിടെ ഞാനുണ്ട്, നിങ്ങളുണ്ട്, സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, നമ്മുടെ മിൽക്കി വേ എന്ന് പറയുന്ന ഗാലക്സി ഉണ്ട്, മറ്റനേകം സംവിധാനങ്ങളുണ്ട്. ഇതിങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒന്നുമല്ലാത്ത ഒരു സാധനം എന്തോ ഒന്നായി മാറിയെങ്കിൽ അതിൻ്റെ പിന്നിൽ അതല്ലാത്ത, ഈ സാധനത്തിൻ്റെ ഇൻബിൽറ്റ് പാർട്ടല്ലാത്ത ഒരു എക്സ്റ്റേണൽ ഏജൻറ്റ് ഉണ്ടായേ തീരൂ. അല്ലാത്തടത്തോളം കാലം 0 ആയിരിക്കും. 0 × 0 × 0 ഈസ് ഓൾവേസ് 0.
0 + 0 + 0 എല്ലാ കാലത്തും 0 ഇപ്പം നിങ്ങൾ ഒരു ഉദാഹരണത്തിന് നിങ്ങളൊരു കാലിമുറി, നമുക്കൊരിക്കലും തന്നെ അബ്സല്യൂട്ട് നത്തിങ്നെസ് എന്ന് പറയുന്നത് നമുക്ക് ആലോചിക്കാൻ കഴിയില്ല. ഒരു റിലേറ്റീവ് നത്തിങ്നെസ്, ഒരു കാലിയായിട്ടുള്ള ഒരു മുറി. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? കാരണം ഇങ്ങനത്തെ കുറേ ഇംഗ്ലീഷ് വാക്കുകളും ഫിലോസഫിക്കൽ ടേംസും സയൻസൊക്കെ വരുന്നതുകൊണ്ട് എപ്പോഴാണോ മനസ്സിലാവാത്തത് എല്ലാവർക്കും മനസ്സിലാവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ എടുക്കുന്ന ഒരു എഫേർട്ടിന് അതെല്ലാവർക്കും യൂസ്ഫുൾ ആവണമെന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് മനസ്സിലാവാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഹാൻഡ് റൈസ്, ആസ്ക്, ക്ലിയർ ചെയ്ത് പോവാം ഇൻഷാ അല്ലാഹ്. ഒരു റൂം, ഒന്നുമില്ലാത്ത ഒരു കാലി റൂം. അവിടെ ഞാൻ ഇന്നലെ 10 മണിക്ക് പോയതാണ്, അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ പോയി, അപ്പോൾ അവിടെ ഒരു ലാപ്ടോപ്പ് ഇരിക്കുന്നു. അത് ഒറ്റ കാര്യമാണ് നമ്മളോട് പറയുന്നുള്ളൂ, ആ ലാപ്ടോപ്പ് സ്വയമല്ലാതെ മറ്റേതോ ഒരാൾ അതിനുണ്ടാക്കി, അല്ലെങ്കിൽ വേറെ ഓടുന്ന അവിടെ കൊണ്ടുവന്ന് വെച്ചു. അല്ലാതെ ഒരിക്കലും തന്നെ വെറുതെ കുറേ കാലം കഴിയുമ്പം ഒന്നുമില്ലായ്മ വേറെന്തോ ഒരു സാധനമായി മാറില്ല എന്ന് പറയുന്ന ക്ലിയർ അല്ലേ? ഈ ആർഗ്യുമെന്റ് ക്ലിയർ അല്ലേ? അപ്പോൾ 13.8 ബില്യൺ ഇയേഴ്സ് ബാക്ക് ഇല്ലായിരുന്നു, ഇങ്ങനൊരു സാധനം ഉണ്ടായിരുന്നില്ല. ഇതുണ്ടായതാണ് എങ്കിൽ എങ്ങനെ ഉണ്ടായി? ഇതുണ്ടായതിന് പിന്നിൽ ഇതല്ലാത്ത ഒരു എക്സ്റ്റേണൽ ഏജന്റ് വർക്ക് ചെയ്തേ തീരും. ഈ പറയുന്ന ആർഗ്യുമെന്റ് നിങ്ങൾ എൻ്റെ ടൈം സ്കെയിൽ നോക്കിക്കഴിഞ്ഞാൽ ബിഗ് ബാങ്ങിൻ്റെ പോസ്റ്റുലേറ്റ് ചെയ്ത് ജോർജ് ലെമൈറ്റർ എന്ന് പറയുന്ന ചെറിയൊരു ഹിസ്റ്ററി പറയാം. ജോർജ് ലെമൈറ്റർ എന്ന് പറയുന്ന ഒരു പ്രീസ്റ്റ് ആയിരുന്നു. അദ്ദേഹം പ്രീസ്റ്റ് ആയിരുന്നു, അതുപോലെ തന്നെ വാനശാസ്ത്രജ്ഞനുമായിരുന്നു. അദ്ദേഹം 1927 ഈ സാധനം ആദ്യം പോസ്റ്റുലേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനെ ആരും ആക്സെപ്റ്റ് ചെയ്തില്ല. കാരണം അത് ആക്സെപ്റ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് പിന്നെ പഠിച്ചുകൊണ്ടെന്ന് പറയേണ്ടി വരും. അല്ലാണ്ട് ഇതിനെ വിശദീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് ആർക്കും മനസ്സിലാവുന്ന സിമ്പിൾ ലോജിക്കാണ്. അതുകൊണ്ട് അതിൻ്റെ ഒക്കെ ശേഷവും പ്രപഞ്ചം മാറ്റമില്ലാതെ തുടരുന്ന, അനാദിയിൽ നിന്ന് മുന്നോട്ട് പോകുന്ന ഒന്നാണ് എന്ന് പറയുന്ന സ്റ്റഡി സ്റ്റേറ്റ് തിയറി അതിന് ശേഷവും പ്രചരിക്കപ്പെട്ടു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. എത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റഡി സ്റ്റേറ്റ് തിയറിയുടെ വക്താവ് കളിയാക്കിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ ബിഗ് ബാങ് എന്നുള്ള പേര് പോലും ഇട്ടത് എന്ന് നിങ്ങൾക്ക് അതിനെപ്പറ്റി പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഇത് ഞാൻ കുറച്ചൊന്ന് ഫീൽഡിൽ പോകുന്നുണ്ട്. വിശുദ്ധ ഖുർആനും ഈ ചോദ്യം ചോദിക്കുന്നുണ്ട്, ഗൈരി ഷൈഇൽ നിന്ന് ആണോ നിങ്ങൾ ഒന്നുമില്ലായ്മയിൽ നിന്നാണോ നിങ്ങളെല്ലാം പടക്കപ്പെട്ടത് എന്നുള്ളൊരു ആലോചന ഖുർആനും പങ്കുവെക്കുന്നുണ്ട് സൂറത്ത് തൂർ. ഇൻഷാ അല്ലാഹ് ഞാൻ അതിലേക്ക് ഓരോന്നിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, കാരണം നമ്മുടെ സ്ലൈഡുകൾ അല്ലെങ്കിൽ തീരില്ല. അപ്പോൾ ഇങ്ങനെ ഞാൻ നമ്മളൊരു സുഹൃത്തിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, ഓക്കെ ശരി, നിലവിലുള്ള സയൻസിൻ്റെ ആർഗ്യുമെൻ്റ് പ്രകാരം ഇതാണ് വസ്തുത. പക്ഷേ സയൻസ് മാറാലോ. ഇന്ന് പറഞ്ഞ സാധനം നാളെ ചിലപ്പോൾ മാറ്റി പറയും. വീണ്ടും ശാസ്ത്രം പറയുന്നു ഈ പ്രപഞ്ചം അനാദിയിൽ നിന്ന് തന്നെയുള്ള ഉള്ളതാണ്, ഇതിനൊരു തുടക്കമില്ല, പണ്ട് ഇൻഫിനിറ്റിയിൽ നിന്നുള്ളതാണ് എന്ന് വീണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഈ നിങ്ങളുടെ ഈ വാദം പിന്നെ നിലനിൽക്കുമോ? ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലേ? മനസ്സിലാവായിണ്ടോ? ക്ലിയർ അല്ലേ? ഓക്കെ ശരി, സോറി. അപ്പം വീണ്ടും ശാസ്ത്രം പറയാണ് പ്രപഞ്ചം അനാദിയിൽ നിന്ന് തന്നെ ഉള്ളതാണ്, ഇതിനൊരു തുടക്കമില്ല എന്ന് വീണ്ടും കണ്ടെത്തിയാൽ അപ്പം നിങ്ങളെ വാദം പൊളിഞ്ഞില്ലേ? പൊളിഞ്ഞോ? പൊളിഞ്ഞു. പക്ഷെ അത് ലോജിക്കലി പോസിബിൾ ആണോ? അങ്ങനെ ഈ മെറ്റീരിയൽ വേൾഡിന് അനാദിയിൽ നിന്ന് തുടങ്ങാൻ സാധിക്കുമോ? ഇല്ല എന്നുള്ളത് ലോജിക്കലി സമർത്ഥിക്കുന്ന ആർഗ്യുമെൻ്റാണ് രണ്ടാമത്തെ ആർഗ്യുമെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണുന്നത്, ഡിപ്പെൻഡൻസി ആർഗ്യുമെൻ്റ്. ഈ പ്രസൻറ്റേഷനിലെ സ്ട്രോങ്ങസ്റ്റ് ആർഗ്യുമെൻ്റ് ഈ പറയാൻ പോകുന്ന ആർഗ്യുമെൻ്റാണ്. ഇത് മനസ്സിലാക്കാൻ കുറച്ചൊരു ബുദ്ധി നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ, ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കരമായ യഖീനുണ്ടാവും. അതുകൊണ്ട് ഈ പറയാൻ പോകുന്ന പോയിന്റ് എല്ലാവരും സശ്രദ്ധം കാത് കൂർപ്പിച്ച് മനസ്സ് കേന്ദ്രീകരിച്ചുകൊണ്ട് കേൾക്കണമെന്ന് ഞാൻ ആദ്യമായിട്ട് അപേക്ഷിക്കുകയാണ്. ഈ ആർഗ്യുമെൻ്റ് പറയുന്നതിന് ചില പ്രിക്കോഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ചില പ്രിമൈസുകളുണ്ട്. ഒന്ന്, ഇത് ആരോടെ പറയാൻ പറ്റുള്ളൂ? ഇത് എന്നല്ല, എല്ലാം. പ്രപഞ്ചം ഒരു യൂണിവേഴ്സ് ഈസ് എ റിയാലിറ്റി. പ്രപഞ്ചം ഒരു ഞാനും നിങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്നവരോട് എല്ലാവർക്കും സംസാരിക്കാൻ കഴിയുള്ളൂ. ഞാൻ മായയാണ്, നിങ്ങൾ മായയാണ്, ഇതെല്ലാം തോന്നലാണ് എന്ന് പറയുന്ന ആൾക്കാരോട് സംസാരിക്കാൻ കഴിയുമോ? അപ്പം ഇതൊരു യാഥാർത്ഥ്യമാണ്. ഞാനും നിങ്ങളും സൂര്യനും ചന്ദ്രനും വെള്ളവും വെളിച്ചവും എല്ലാം യാഥാർത്ഥ്യമാണ് എന്ന് ഉൾക്കൊള്ളുന്ന ഒരാളോട് മാത്രമേ ഇത് എന്നല്ല ഏതൊരു ആർഗ്യുമെന്റും പറയാൻ കഴിയുള്ളൂ. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ പ്രപഞ്ചത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എന്ത് സാധനമാവട്ടെ, അത് എങ്ങനെ പേരിട്ട് വിളിക്കുന്ന സാധനമാണെങ്കിലും, ഏതൊരു ഫിസിക്കൽ ഒബ്ജക്റ്റും അല്ലെങ്കിൽ ഭൗതികമായ മെറ്റീരിയൽ എന്തും ആവട്ടെ,
അത് അതിൻ്റെ അസ്തിത്വം നിലനിൽക്കുന്നതിന് വേണ്ടി, അതിൻ്റെ സ്വത്വം ഇവിടെ നിലനിൽക്കുന്നതിന് വേണ്ടി മറ്റനേകം കാര്യങ്ങൾ പല നിലക്കും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് രണ്ടാമത്തെ പോയിന്റ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഈ ലാപ്ടോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെറ്റലുകൾ വേണം, പ്ലാസ്റ്റിക് വേണം, സോഫ്റ്റ്വെയർ വേണം, ഇതുണ്ടാക്കുന്ന ഒരു എൻജിനീയർ വേണം, ഇതിവിടെ വെക്കാനൊരു സ്പേസ് വേണം, ഇതുണ്ടാക്കപ്പെട്ട ഒരു സമയമുണ്ട്, ഈ ഫാൻ കറങ്ങുന്നതിന് കറണ്ട് വേണം, അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇരുമ്പ് വേണം, അത് ഉണ്ടാക്കാൻ ഡിസൈൻ ചെയ്തൊരു മനുഷ്യൻ വേണം, ഞാൻ എന്ന വ്യക്തി ഉണ്ടാവാൻ വേണ്ടിയിട്ട് എൻ്റെ വാപ്പ വേണം, എൻ്റെ ഉമ്മ വേണം, എനിക്ക് അതിജീവിക്കണം എന്നുണ്ടെങ്കിൽ ഭക്ഷണം വേണം. അങ്ങനെ നിങ്ങൾ സൂര്യൻ എന്ന് പറയുന്ന സാധനം അവിടെ നിലനിൽക്കുന്ന ഒരു സ്പേസ്, ഒരു വോള്യം വേണം, അതിന് എനർജി കൊടുക്കുന്ന ഹീലിയം വേണം, അതിന് കറങ്ങാൻ വേണ്ടിയിട്ട് ഒരു ഭ്രമണപഥം വേണം, അതിനൊരു ടൈം ഫ്രെയിം ഉണ്ട്. ഇങ്ങനെ മറ്റൊരു ഫിസിക്കൽ സാധനത്തിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ഒരു സാധനത്തെയും നിങ്ങൾക്ക് പ്രപഞ്ചത്തിൽ പേരിട്ട് വിളിക്കാൻ സാധിക്കില്ല. നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളിരിക്കുന്ന കസാല, ആ കസാലയ്ക്ക് ഒരു ഷേപ്പ് വേണം, അതിനെ ഡിസൈൻ ചെയ്തൊരു മനുഷ്യൻ വേണം, അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു പ്ലാസ്റ്റിക് വേണം, അല്ലേ? ഇങ്ങനെ എന്ത് തന്നെ നിങ്ങൾ പ്രപഞ്ചത്തിൽ പരിശോധിച്ച് കഴിഞ്ഞാലും അതിനെ വേറെ പലതിനെയും ആശ്രയിച്ചുകൊണ്ട് മാത്രമേ നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഒന്നിനെയും ആശ്രയിക്കാതെ നിലനിൽക്കുന്ന ഒരു സാധനത്തിനെയും നിങ്ങൾക്ക് പ്രപഞ്ചത്തിൽ ഏത് കോർണറിൽ നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാലും പേരിട്ട് വിളിക്കാൻ പറ്റില്ല. എന്തെങ്കിലും അങ്ങനെ ചലഞ്ച് ചെയ്യാണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ പറയാം, ഉണ്ടോ? വേറെ ഒന്നിനെയും ഒരു നിലക്കും ആശ്രയിക്കാത്ത എന്തെങ്കിലും ഫിസിക്കൽ മെറ്റീരിയൽ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? പറ്റില്ല. ഇതാണ് രണ്ടാമത്തെ പോയിന്റ്. ഇനി മൂന്നാമത്തെ പോയിന്റ്, ചെയിൻ ഓഫ് ഡിപ്പെൻഡൻസി കനോട്ട് ബി ഇൻഫിനിറ്റ്. അഥവാ ഇങ്ങനെ ആശ്രയിക്കുന്ന ശൃംഖല ഒരിക്കലും തന്നെ അനാദിയിലേക്ക് നീണ്ടുപോകാൻ പറ്റില്ല, ഇൻഫിനിറ്റിയിലേക്ക് നീണ്ടുപോകാൻ പറ്റില്ല. ഇതിനൊരു അറ്റമുണ്ടാകണം എന്നുള്ളതാണ് മൂന്നാമത്തെ പോയിന്റ്. ഈ പോയിന്റ് ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം. അത് അടുത്തൊരു ഉദാഹരണം പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഈ സാധനം ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് പറയുന്ന ചെറിയൊരു തിയറി ഉണ്ട്. ആ തിയറിൻ്റെ പേരാണ് തിയറി ഓഫ് ഇൻഫിനിറ്റ് റിഗ്രഷൻ. ഇത് മനസ്സിലാവാത്ത ആളുകളോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു ഉദാഹരണം പറയുന്നതോടുകൂടി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഇതെന്താ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്? ഒരു വലിയ ക്യൂ അല്ലേ? ആ ക്യൂവിനൊരു പ്രത്യേകത ഉണ്ട്. അതിൻ്റെ അറ്റം കാണുന്നുണ്ടോ? അറ്റം കാണാത്ത വളരെ വലിയ ഒരു ക്യൂ അല്ലേ? ആ ക്യൂവിൻ്റെ ഇങ്ങേ തലയിൽ ഞാൻ നിൽക്കുന്നുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഈ അറ്റം കാണാത്ത ക്യൂവിൻ്റെ ഒരറ്റത്ത് ഞാൻ എന്ന വ്യക്തി നിൽക്കുന്നുണ്ട്. എനിക്കൊരു 100 റുപ്പീസ് വേണം, പക്ഷെ എൻ്റെ കയ്യിലില്ല. ഞാൻ തൊട്ട് മുമ്പിൽ എൻ്റെ നിൽക്കുന്ന ആളോട് ചോദിച്ചു, എനിക്കൊരു 100 രൂപ തരുമോ എന്ന് ചോദിച്ചു. അതായത് എനിക്കൊരു 100 രൂപയ്ക്ക് വേണ്ടി ഞാൻ അദ്ദേഹത്തെ ഡിപ്പെൻഡ് ചെയ്തു, ആശ്രയിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ കയ്യിലില്ല. ഞാൻ ഒരു കാര്യം ചെയ്യാം, മുന്നത്തെ ആളോട് ചോദിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം തൊട്ട് മുമ്പത്തെ ആളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ്. 100 രൂപയ്ക്ക് വേണ്ടിയിട്ട് തൊട്ട് മുമ്പത്തെ ആളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട അവസ്ഥ. അയാൾ മുമ്പത്തെ ആളോട് ചോദിച്ചു. അയാളും പറഞ്ഞു ഞാൻ തൊട്ട് മുമ്പത്തെ ആളോട് ചോദിച്ചു നോക്കട്ടെ. ഇതിങ്ങനെ മുന്നിലേക്ക് ചോദിച്ച് പോകുന്ന ഈ വരി, അതിൻ്റെ അറ്റം കാണുന്നില്ല എന്നുള്ള സത്യമാണ്. പക്ഷെ അത് ഇൻഫിനിറ്റ് ആണെങ്കിൽ, അറ്റമില്ലാത്ത വരിയാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും 100 രൂപ കിട്ടുമോ? ഒരു കാലത്തും കിട്ടില്ല. പക്ഷെ എനിക്ക് 100 രൂപ കിട്ടി. എൻ്റെ കയ്യിൽ 100 രൂപ വന്നു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഈ വരി അവസാനമില്ലാത്തതല്ല, ഇതിനൊരു അവസാനമുണ്ട് എന്ന് മാത്രമല്ല, അതിൻ്റെ അറ്റം കാണുന്നുണ്ടോ? പക്ഷേ അവസാനമില്ലാത്തതല്ല എന്ന് മാത്രമല്ല, ആ അറ്റത്തിൻ്റെ പ്രത്യേകത എന്താ? 100 രൂപ കൊടുക്കാൻ വേണ്ടിയിട്ട് മറ്റൊരാളെ ആശ്രയിക്കേണ്ടതില്ലാത്ത ഒരു പോയിന്റിൽ പോയി വരി അവസാനിച്ചിട്ടുണ്ട്. വേറൊരാളോട് എനിക്ക് 100 രൂപ തരുമോ എന്ന് ചോദിക്കുന്ന ഗതികേടില്ലാത്ത ഏതോ ഒരു മനുഷ്യനിൽ പോയിട്ട് ഈ വരി അവസാനിച്ചാലല്ലാതെ, അയാളെ ഞാൻ കണ്ടിട്ടൊന്നുമില്ല, അത് ശരിയാ, അയാളുടെ അഡ്രസ്സ് എനിക്കറിയില്ല, അയാൾ എവിടുത്തേന്നറിയില്ല, അയാൾ ഈ ക്യൂവിൽ എവിടെ ഒന്നും അറിയില്ല. പക്ഷെ അങ്ങനെ ഒരാൾ ഉണ്ടാവൽ ബുദ്ധിപരമായ അനിവാര്യതയാണ്. അല്ലാതെ എൻ്റെ പോക്കറ്റിൽ ഇപ്പോൾ കിടക്കുന്ന 100 രൂപയെ നിങ്ങൾക്ക് വിശദീകരിക്കാൻ സാധിക്കില്ല. പറ്റുമോ?
എൻ്റെ കയ്യിൽ ഈ പ്രക്രിയകളെല്ലാം കടന്നുപോയി ഒരു 100 രൂപയുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഈ വരിക്കൊരു അറ്റമുണ്ട്. ആ അറ്റത്തിൻ്റെ പ്രത്യേകത എന്താ? 100 രൂപക്ക് വേണ്ടി മറ്റൊരാളെ ആശ്രയിക്കേണ്ടതില്ലാത്ത ഏതോ ഒരു മഹോന്നതനായ വ്യക്തിത്വത്തിൽ പോയി ഈ വരി മുട്ടുന്നുണ്ട്. അത് അനിവാര്യമായി സംഭവിച്ചേ തീരൂ, അല്ലാതെ ഈ 100 രൂപ ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഇനി ഞാൻ എന്നിലേക്ക് വരികയാണ്. ഞാനിവിടെ ഉണ്ട്, അത് സത്യമല്ലേ? ഞാൻ പല നിലക്കും പലതിനെയും ആശ്രയിച്ച് നിലനിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. വളരാൻ വേണ്ടി ഭക്ഷണത്തിനെ, വിദ്യാഭ്യാസത്തിന് വേണ്ടി സ്കൂളിനെ, അധ്യാപകരെ, അങ്ങനെ പലതിനെയും ഞാൻ ആശ്രയിച്ചിട്ടാണ് എൻ്റെ ഒരു സ്വത്വം ഇവിടെ നിലനിൽക്കുന്നത്. പക്ഷേ അത് അങ്ങനെ ഒരു മനസ്സിലാവാൻ വേണ്ടിയിട്ടൊരു യൂണി ഡയറക്ഷണൽ ഡിപ്പെൻഡൻസിയെ മാത്രം ഞാൻ ജസ്റ്റ് ഉദാഹരിക്കുകയാണ്. ഞാനിവിടെ ഉണ്ടായത് എൻ്റെ ഉമ്മയും വാപ്പയും, അവരിൽ നിന്നാണ് ഞാൻ ഉണ്ടായത്. അവരുണ്ടായത് അവരുടെ ഉമ്മ വാപ്പ. അങ്ങനെ പുറകോട്ട് പോയി നമ്മൾ തൽക്കാലം ഒരു വാദത്തിന് വേണ്ടി പരിണാമ സിദ്ധാന്തമൊക്കെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ പോവാണ്. അവരുണ്ടായത് മങ്കിയിൽ നിന്ന്, അതുണ്ടായത് അതിൻ്റെ മുന്നത്തെ ഓർഗൻസ് ജീവികളിൽ നിന്ന്, അങ്ങനെ ഒരു പ്രിമിറ്റീവ് കോശങ്ങളിൽ നിന്ന്, ഭൂമിയിലെ ഏതൊക്കെയോ ഇനോർഗാനിക് ആയിട്ടുള്ള ജീവനില്ലാത്ത സാധനങ്ങൾ പിന്നീട് ജീവനായി എന്നൊക്കെയാണ് അതൊക്കെ കഥകൾ. തൽക്കാലം നമ്മൾ അതെല്ലാം സ്വീകരിക്കുകയാണ്. ഭൂമി ഉണ്ടായത് അത് ഒരു സെലസ്റ്റിയൽ ബോഡി പൊട്ടിയിട്ടുണ്ടായി, അതുണ്ടായത് അത് അതിൻ്റെ മുമ്പത്തെ സെലസ്റ്റിയൽ ബോഡി വേറെ പൊട്ടിയിട്ടുണ്ടായി, അതുണ്ടായത് അത് വേറെ സ്ഥലത്തു നിന്നുണ്ടായി എന്ന് പറയുന്ന ഈ ചെയിൻ, ഇതുണ്ടായത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്, അതുണ്ടായത് അപ്പുറത്തേനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്, അതുണ്ടായത് അതിന് മുമ്പത്തേനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് എന്ന് പറയുന്ന ഈ ചെയിൻ ഇൻഫിനിറ്റ് ആണ് എങ്കിൽ, അറ്റമില്ലാത്തതാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഞാനില്ല. ഞാനുണ്ടോ? പക്ഷെ ഞാൻ ഉണ്ട്. അതൊരു സത്യമായി പോയി. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇതൊക്കെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരോട് മാത്രമേ, ഞാനും നിങ്ങളും ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരോട് മാത്രമേ നമുക്ക് ഈ ആർഗ്യുമെൻറ്റിനെ പറ്റി സംസാരിക്കാൻ കഴിയുള്ളൂ. ഞാനുണ്ട്, അതൊരു സത്യമായി കഴിഞ്ഞു എങ്കിൽ അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ, ഈ വരിക്കൊരു അറ്റമുണ്ട്. എന്താണ് അപ്പോൾ അറ്റത്തിൻ്റെ പ്രത്യേകത? സ്വയം അസ്തിത്വത്തിന് വേണ്ടി വേറെ ഒന്നിനെയും ഒരു നിലക്കും ആശ്രയിക്കേണ്ടതില്ലാത്ത ഒരു സ്വത്വത്തിൽ പോയി ഇത് അവസാനിച്ചാലല്ലാതെ എൻ്റെ ഇന്നത്തെ നിലനിൽപ്പിനെ, ഞാൻ ആ സ്വത്വത്തിനെ കണ്ടിട്ടൊന്നുമില്ല, അയാൾ ആരാണെന്നോ എങ്ങനെയാണെന്നോ ഒന്നും എനിക്ക് കൂടുതൽ ധാരണയില്ല. പക്ഷേ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി മറ്റൊന്നിനെയും ഒരു നിലക്കും ആശ്രയിക്കേണ്ടതില്ലാത്ത ഒരു സ്വത്വത്തിൽ പോയി ഇത് അവസാനിച്ചാൽ അല്ലാതെ എൻ്റെ, നിങ്ങളുടെ, ഈ ലാപ്ടോപ്പിൻ്റെ ഒന്നിൻ്റെയും നിലനിൽപ്പിനെ നമുക്ക് വിശദീകരിക്കാൻ സാധിക്കില്ല. അതാണ് ഖുർആൻ പറഞ്ഞത്, അല്ലാഹു സ്വമദ്, എല്ലാത്തിനാലും ആശ്രയിക്കപ്പെടുകയും എന്നാൽ മറ്റൊന്നിനെയും ഒരു നിലക്കും ആശ്രയിക്കേണ്ടതുമില്ലാത്തതുമായ ഒരല്ലാഹുവിനെയാണ് വിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സ്വത്വത്തെ, ഇങ്ങനത്തെ ഒരു നെസസറി എക്സിസ്റ്റൻസിനെ അംഗീകരിച്ചാലല്ലാതെ ഭൂമിയിലെ ഒരു മണൽത്തരിയെ പോലും ബുദ്ധിപരമായി നിങ്ങൾക്ക് വിശദീകരിക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ് വസ്തുത. ഇത് ക്ലിയർ ആണോ? ചോദിച്ചോളൂ. അത് ഞാൻ ഇതിൻ്റെ അവസാനത്തിൽ അത് പറയുന്നുണ്ട്. ആ ചോദ്യം ഇപ്പോൾ ഇവിടെ വന്നുകൊണ്ട് ഇപ്പോൾ പറയാം. അതായത് ഈ ചോദ്യം ഇതിങ്ങനെ എങ്ങനെ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുന്നത്തെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള പറഞ്ഞിട്ടുള്ള ഈ പോണ സാധനം ഉണ്ടല്ലോ, അത് എവിടെ ഒന്ന് പോയി അവസാനിക്കണം. ആ ചോദ്യം പ്രസക്തമാണ്, പക്ഷെ ഞാൻ ഉണ്ടാവാൻ പാടുണ്ടായിരുന്നില്ല. നിങ്ങളെ ചോദ്യം പ്രസക്തമാണ്, പക്ഷേ ഞാനിവിടെ ഉണ്ടാവാൻ പാടുണ്ടായിരുന്നില്ല. ഞാനിവിടെ ഉണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം അങ്ങനെ സ്വയം നിലനിൽന്ന, മറ്റൊന്നിനാൽ ഉണ്ടാക്കപ്പെടാത്ത, വേറെ ഒന്നിനാൽ സൃഷ്ടിക്കപ്പെടാത്ത ഒരു സ്വത്വം എന്തായാലും ഉണ്ടായേ തീരും. അതെങ്ങനെയാന്നുള്ളതിൻ്റെ കൈഫിയത്തൊന്നും അറിയില്ല, പക്ഷെ അങ്ങനെയൊന്നും ഇല്ലാതെ ഞാൻ ഇവിടെ ഉണ്ടാവാൻ പറ്റില്ല. പറഞ്ഞാൽ മനസ്സിലായോ? 100 രൂപ എന്ന കാര്യത്തിന് വേണ്ടി വേറൊരാളോട് ചോദിക്കാതെ എടുത്തു തരാൻ പറ്റുന്ന ഒരു വ്യക്തി ഈ വരിയിൽ ഉണ്ടായേ തീരും. അയാൾക്ക് എങ്ങനെ 100 രൂപ കിട്ടി അതറിയില്ല. മുമ്പത്തെ ഒരാളോട് ചോദിക്കാതെ 100 രൂപൻ്റെ വിഷയത്തിന് ഉദാഹരണത്തിൻ്റെതായ പരിമിതികൾ വിഷയത്തിലുണ്ട്. ഈ സാധനം ലാസ്റ്റ് പിന്നെ നോട്ടച്ചടിക്കുന്ന സ്ഥലത്തേക്ക് എത്തും. അത് ഉദാഹരണത്തിൻ്റെ ഒരു പരിമിതി മാത്രമാണ്. പക്ഷെ പടച്ചവൻ്റെ വിഷയത്തിൽ അത് വരുന്നില്ലല്ലോ. കാരണം ഏതൊരു സാധനം ട്രേസ് ചെയ്ത് കഴിഞ്ഞാലും ഈ 100 രൂപൻ്റെ ചെയിൻ തന്നെ എടുത്തു കഴിഞ്ഞാൽ അവസാനത്തിൽ
പടച്ചോനിലേക്ക് എത്തുക. മനസ്സിലായോ? പറഞ്ഞത് ക്ലിയർ അല്ലേ? അതിന് എനർജീന്ന് ഞാൻ വിളിക്കൂല. കാരണം എനർജി എന്ന് വിളിക്കുമ്പോൾ അതൊരു ഫിസിക്കൽ ഒബ്ജക്റ്റായി മാറി. വീണ്ടും എനർജി എന്ന് പറയുന്നത് മെറ്റീരിയൽ പോലെ തന്നെ ഉള്ള മറ്റൊരു ഫിസിക്കൽ സാധനമാണ്. പടച്ചോൻ അതല്ല. മനസ്സിലായോ? അങ്ങനെ ഒരു ക്വാണ്ടോ എനർജിയോ ഒന്നുമല്ല പടച്ചോൻ. അതൊക്കെ ഫിസിക്കലാണ്. അതല്ലാത്ത ഇതോടൊന്നും ഒരു നിലക്കും സാമ്യപ്പെടാത്ത കുഫുവൻ അഹദായിട്ടുള്ള ഒരു അഹദ് ഉണ്ടാവണം. അത് മസ്റ്റാണ്. അതല്ലാതെ ഭൂമിയിലെ ഒരു സാധനത്തിനെയും, ഭൂമിയിലല്ല പ്രപഞ്ചത്തിലുള്ള ഒന്നിനെയും നിങ്ങൾക്ക് വിശദീകരിക്കാൻ സാധ്യമല്ല. അല്ലാഹു സ്വമദ്. ഇനി ഇത് പറഞ്ഞാൽ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു എക്സിസ്റ്റൻസിൻ്റെ സാധുതയെ പിന്നെ ചോദ്യം ചെയ്യാൻ കഴിയില്ല. ഇതിനെ ചോദ്യം ചെയ്യുന്നതായിട്ട് ആരും ഞാൻ പ്രോപ്പറായിട്ടുള്ളൊരു ആൻസർ ആരെങ്കിലും കൊടുത്തതായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. ഇനി നമ്മൾ സാധാരണഗതിയിൽ വിശുദ്ധ ഖുർആൻ നിരന്തരമായി നമ്മളോട് ഉത്ബോധിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ, അള്ളാഹുവിൻ്റെ കുദറത്തിനെ മനസ്സിലാക്കാൻ, അള്ളാഹുവിൻ്റെ സ്വത്വത്തെ മനസ്സിലാക്കാൻ നിങ്ങൾ പ്രപഞ്ചത്തെ വായിക്കൂ, ഭൂമിയിലേക്ക് കണ്ണോടിച്ച് നോക്കൂ, അവിടെയുള്ള ജീവജാലങ്ങളെക്കുറിച്ച് ചിന്തിക്കൂ, നിങ്ങളെക്കുറിച്ച് ആലോചിക്കൂ. ഇതൊക്കെ വെറുതെ സംഭവിച്ചതാണോ എന്ന ചോദ്യം വിശുദ്ധ ഖുർആൻ നിരന്തരമായിട്ട് ചോദിക്കാറുണ്ട്. ഈ സാധനത്തിന് പറയുന്ന ആർഗ്യുമെൻ്റാണ് ഇൻ്റലിജൻറ്റ് ഡിസൈൻ ആർഗ്യുമെൻറ്റ്. അതായത് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഡിസൈൻ, ഇപ്പോൾ നമ്മൾ ഒരു വാദഗതിക്ക് വേണ്ടി തൽക്കാലം ഏതോ അർത്ഥത്തിൽ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. തൽക്കാലം ആദ്യം നമ്മൾ പറഞ്ഞ കോസ്മോളജിക്കൽ ഡിപ്പെൻഡൻസ് തൽക്കാലം വെക്കട്ടെ. ഏതോ അർത്ഥത്തിൽ ഇവിടെ ഇങ്ങനെ ഒരു മെറ്റീരിയലുകളുണ്ട്. നിരീശ്വരവാദം എന്താ പറയുന്നത്? ഈ മെറ്റീരിയൽ റാൻഡമായി ആരുടെ ഒരു ഗൈഡൻസും ഇല്ലാണ്ട് തനിയെ ഇങ്ങനെ സംയോജിക്കുന്നു, വിഘടിക്കുന്നു, എന്തൊക്കെയോ രാസപ്രവർത്തനങ്ങൾ നടക്കുന്നു. അങ്ങനെയാണ് ഇവിടെ ജീവൻ ഉണ്ടായത്, അങ്ങനെയാണ് ഇവിടെ ജീവികൾ ഉണ്ടായത്, അങ്ങനെയാണ് നിങ്ങൾക്ക് കണ്ണുണ്ടായത്, അങ്ങനെയാണ് നിങ്ങളുടെ കാതുണ്ടായത്. ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന എന്ത് സംഭവങ്ങളും ഇത്തരത്തിൽ അവിചാരിതമായ, ആകസ്മികമായ, റാൻഡമായ, ആക്സിഡൻ്റലായ എന്തൊക്കെയോ ഇവൻസ് കൊണ്ടാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ആരുടെ വാദം? അള്ളാഹു ഇല്ല എന്ന് പറയുമ്പോൾ പിന്നെ അങ്ങനെ ഒരു വാദം മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. നിങ്ങളുടെ കണ്ണുണ്ടായതും കാതുണ്ടായതും എല്ലാം ആകസ്മികതയുടെ, ഏതോ അർത്ഥത്തിലുള്ള ആകസ്മികമായ പ്രതിഭാസങ്ങളുടെ ഫലമായിട്ടാണ് എന്നാണ് എത്തീസം നമ്മളോട് പറയുന്നത്. ആ വാദം അല്ലാണ്ട് തന്നെ നിലനിൽക്കില്ല എന്നുള്ള ആദ്യത്തെ 2 പോയിന്റിൽ നിന്നും നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് ഈ ഒരു സാധനം ഓരോന്നോരോന്നായിട്ട് പരിഗണിക്കാം. പക്ഷെ അങ്ങനെ ഒരു ആകസ്മികതയുടെ ഫലമായിട്ട് നമുക്ക് വിശദീകരിക്കാൻ സാധിക്കുന്നതാണോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചം, അതിലെ ജീവജാലങ്ങൾ, നമ്മുടെ ശരീരം, അതിലെ കണ്ണ്, കരള്, കാത്, കാല്, കയ്യ്, ഇതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ അങ്ങനെ ഒരു ആകസ്മികത കൊണ്ട് പറയാൻ പറ്റുക എന്ന് പറയുന്നത് എത്രത്തോളം അർത്ഥശൂന്യമാണ് എന്ന് നമുക്ക് അതിൻ്റെ ഓരോന്നിൻ്റെയും പ്രവർത്തനങ്ങളെക്കുറിച്ച് വളരെ ഹ്രസ്വമായ രീതിയിൽ ചിന്തിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ സാധാരണ ഗതിയിൽ പറയാനുള്ളൊരു ചെറിയ ഉദാഹരണമുണ്ട്. ഇപ്പം നിങ്ങൾ ഒരു 10 കൊല്ലത്തേക്ക് വീടൊക്കെ അടച്ച് ഗൾഫിൽ പോയി എന്ന് വിചാരിക്കുക. ഗൾഫിൽ പോയി ആരും അവിടെ അടിച്ചു വാരാനോ തുടക്കാനോ ഒന്നിനുമില്ല. അപ്പോൾ നിങ്ങൾ 10 കൊല്ലം കഴിഞ്ഞ് നിങ്ങളെ വീട്ടുമുറ്റത്ത് ഇറങ്ങുന്ന സമയത്ത് അവിടെ കൃത്യമായ രീതിയിൽ കാര്യങ്ങളൊക്കെ അടുക്കി വെച്ച്, ചമ്മലൊന്നുമില്ല, വീടിൻ്റെ മുറ്റൊക്കെ ഭയങ്കര ക്ലീന്, അതിലെ ചെടികളൊക്കെ കൃത്യമായി വെട്ടി നല്ല കൃത്യതയോട് കൂടിയിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ സംഭവിക്കുമോ? സാധാരണഗതിയിൽ എന്താ സംഭവിക്കുക? കുറേ പൊടി പിടിച്ച് അല്ലേ, റാൻഡമായി ഹഫസാഡായിട്ട് കിടക്കുന്നുണ്ടായിരിക്കും. കുറേ കച്ചറ ഇവിടെ ഉണ്ടാവും, കുറേ ഇല വീണ് കിടക്കുന്നുണ്ടായിരിക്കും, ഇപ്പുറത്ത് കുറേ മണ്ണാത്തം വല, മറ്റേ 8 കാലിയുടെ വല ഉണ്ടായിരിക്കും. ഇങ്ങനെ ഒരു ഡിസോർഡർ ആയിട്ടാണ് സാധാരണഗതിയിൽ അൺഗൈഡഡ് അല്ല, അത് വേറെ വിഷയമാണ്. നല്ല ഒരു ഉദാഹരണം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത് മാത്രം. റാൻഡമായിട്ട് സംഭവിക്കുന്ന സംഭവങ്ങളിലൂടെ റാൻഡംനെസ് ആണ് ഉണ്ടാവുക. അത് നമുക്ക് ഓരോ ഉദാഹരണങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇൻഷാ അല്ലാഹ് ഓരോന്നും കൃത്യമായിട്ട് തന്നെ ബോധ്യപ്പെടും എന്ന് വിചാരിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ദാരിയാത്തിൽ അള്ളാഹു തആല ചോദിക്കുന്നുണ്ട്, വഫിൽ, നമ്മളോട് ആലോചിക്കാൻ വേണ്ടി പറയാണ്, വഫിൽ അർളി ആയാത്തുൽ ലിൽ മുഖ്നിൻ, യഖീനുള്ള ആളുകൾക്ക് ഭൂമിയിൽ ധാരാളക്കണക്കിന് ദൃഷ്ടാന്തങ്ങളുണ്ട്. വഫീ അംഫുസിക്കും, നിങ്ങളിലും, നിങ്ങളുടെ ഓരോരുത്തരുടെ അകത്തും ധാരാളക്കണക്കിന് ദൃഷ്ടാന്തങ്ങളുണ്ട്. അഫലാ തുബ്സിറൂൻ, നിങ്ങൾ നോക്കിക്കാണുന്നില്ല. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ വരുന്ന കുറച്ച് സ്ലൈഡുകൾ അഫലാ തുബ്സിറൂൻ,
നിങ്ങൾ ഇതിനെക്കുറിച്ച് ഉൾക്കാഴ്ചയുള്ളവരാകുന്നില്ലേ എന്നുള്ള അള്ളാഹുവിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം തേടാനുള്ള ഒരു ചെറിയ ശ്രമമാണ്. ഇൻഷാ അല്ലാഹ്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. നിങ്ങൾ നോക്ക്, നിങ്ങളുടെ ഓരോ അവയവങ്ങൾ, നിങ്ങളുടെ കണ്ണ്, ചെറിയ കണ്ണ്, ഈ കണ്ണ് അത് നിരീശ്വരവാദത്തിൻ്റെ വാദപ്രകാരം എങ്ങനെ വന്നതാ? ആക്സിഡൻ്റലായി. ഇവിടെ മണ്ണും പൊടിയൊക്കെ ഉണ്ടല്ലോ, ഈ മണ്ണും പൊടിയിലൊക്കെ അടങ്ങിയ കെമിക്കലുകൾ ആക്സിഡൻ്റായിട്ട് ജോയിൻ ചെയ്തിട്ട് എങ്ങനെയോ DNA ഉണ്ടായി. അതിലെ ബേസ് പെയറുകൾ എങ്ങനെയൊക്കെയോ ജോയിൻ ചെയ്തിട്ട് ജീവികളുണ്ടായി. ആകസ്മികമായി കണ്ണുണ്ടായി, അതിൻ്റെ പ്രവർത്തനങ്ങൾ സംഭവിച്ചു കൊടുക്കും. ഇതാണ് അവരുടെ വിശദീകരണം. ഇതല്ലാണ്ട് വിശദീകരിക്കാൻ കഴിയില്ല. പക്ഷെ നിങ്ങൾ നോക്കൂ, ആകസ്മികത എപ്പോഴും എന്തൊക്കെയാണ് ഉണ്ടാക്കുക. പക്ഷെ നമ്മൾ കണ്ണിൽ കാണുന്നത് കൃത്യതയും പെർഫെക്ഷനാണ് ഓരോ കാര്യത്തിലും നിങ്ങൾക്ക് കാണുന്നത്. ഈ കണ്ണ് ഈ കാണുന്നത് എന്താ അറിയോ? ഇതാണ് കണ്ണുനീർ ഗ്രന്ഥി എന്ന് പറയുന്നത്. ഈ കണ്ണുനീർ ഗ്രന്ഥി നിങ്ങളെ കണ്ണിനെ നനക്കാൻ വേണ്ടിയിട്ടുള്ളതാ. അത് ഈ ഭാഗത്തിന് ഇതിനെ ഞങ്ങൾ മെഡിക്കൽ ഭാഷ അറിയുന്ന വാസ്ക് മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. ഈ ഒരു ഭാഗത്തിന് നമ്മൾ സുപ്പീരിയർ ആൻഡ് ലാറ്ററൽ എന്നാണ് പറയുക. ഈ ഭാഗത്താണ് കണ്ണുനീർ ഗ്രന്ഥി ഉള്ളത്. അതൊന്നും വാക്കുകളൊന്നും പഠിക്കണ്ട. ഈ ഭാഗത്തുള്ള കണ്ണുനീർ ഗ്രന്ഥി ഇങ്ങനെ കണ്ണിനെ നനച്ച് ആ സാധനങ്ങൾ ഇങ്ങനെ ഈ 2 ഡക്റ്റ് വഴി നിങ്ങളുടെ മൂക്കിലുള്ള നീസോലാക്രിമൽ ഡക്റ്റിലേക്ക് ഓപ്പൺ ചെയ്ത് മൂക്ക് വഴി അറിയാണ്ട് നമ്മളിങ്ങനെ വിഴുങ്ങിപ്പോവാണ്. നിങ്ങൾ നോക്കൂ, ആകസ്മികമായ ഒരു സംഭവത്തിൻ്റെ ഫലമായിട്ട് ഇത് ഉണ്ടാവുകയാണെങ്കിൽ ഇവിടെ കണ്ണുനീർ ഗ്രന്ഥി തന്നെ വരേണ്ട വല്ല കാര്യമുണ്ടോ? നിങ്ങളുടെ ശരീരത്തിൽ എന്തെല്ലാം ഗ്രന്ഥികളുണ്ട്. പാങ്ക്രിയാസ് ഗ്രന്ഥി കേട്ടിട്ടില്ലേ? പാങ്ക്രിയാസിൽ കല്ല് വേദന എന്ന് കേട്ടില്ലേ? ഇതൊരു ഗ്രന്ഥിയാണല്ലോ. ഇതിപ്പോൾ കണ്ണാണ്, അവിടെ കണ്ണുനീര് വേണം, അതിനെ നനക്കണം. അതൊക്കെ ഇപ്പോൾ കണ്ണുനീർ ഗ്രന്ഥിക്ക് അറിയോ? അല്ല, ആകസ്മികമായി ഉണ്ടാകുമ്പോൾ എന്തും ആയിക്കൂടെ. അപ്പോൾ അവിടെ തൽക്കാലം പാങ്ക്രിയാസ് ഗ്രന്ഥി വന്നൂടെ? പക്ഷെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കണ്ണ് കരിഞ്ഞു പോവും. പക്ഷെ അവിടേക്ക് ആവശ്യമായ ആ കണ്ണിനെ നനക്കാൻ ഏത് കോമ്പോസിഷനിലുള്ള ലിക്വിഡാണോ വേണ്ടത് അതുണ്ടാക്കുന്ന ഒരു ഗ്രന്ഥി നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. എങ്ങനെ വന്നു? റാൻഡം, അൺഗൈഡഡ്, ആകസ്മികമായ, അവിചാരിതമായ മ്യൂട്ടേഷൻ എന്നുള്ള വാക്ക് പരിചയമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഇതിൽ? മ്യൂട്ടേഷൻ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. അത് അറിയുന്ന ആളുകളൊന്ന് കൈ നിൽക്കുമോ? മ്യൂട്ടേഷൻ എന്ന് പറയുന്ന സംഭവം. അപ്പം അതിൻ്റെ അർത്ഥം അറിയാത്ത ആളുകളാണ് കൂടുതൽ. സോറി. നമ്മളെല്ലാം അടിസ്ഥാനപരമായിട്ട് നമ്മുടെയൊക്കെ DNA-കളാണ്. ഈ DNA-കളുടെ അർത്ഥം ഇങ്ങനെ പുറത്തേക്ക് വരുന്നതാണ് നമ്മളായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. നമ്മളാകുന്നത് നമ്മളെല്ലാം കോശത്തിൻ്റെ ഉള്ളിൽ DNA-കൾ എന്ന് പറഞ്ഞ സാധനമുണ്ട്. കേട്ടിട്ടുണ്ടായിരിക്കും. അത് കേൾക്കാത്ത ആരും ഉണ്ടാവില്ലല്ലോ. DNA കേൾക്കാത്ത ആരുമില്ലല്ലോ. ഈ DNA-നെ ഡീകോഡ് ചെയ്യുന്നതാണ്. ആ DNA-യിൽ എഴുതി വെച്ച സാധനങ്ങൾ ഇങ്ങനെ വായിച്ചെടുക്കുന്നതാണ് നമ്മളായി വരുന്നത്. നമ്മുടെ മുഖം, നമ്മുടെ മൂക്ക് എവിടെ വരണം, കണ്ണെവിടെ വരണം, കരളെവിടെ വരണം, കാതെവിടെ വരണം, നടത്തം, ഇരുത്തം, ചിന്ത, ഇതിനൊക്കെ എഴുതി വെക്കപ്പെട്ടിട്ടുള്ള കിതാബാണെന്ത്? DNA. ആ സാധനത്തിന് ഇങ്ങനെ പുറത്തെത്തുമ്പോഴാണ് നമ്മുടെ ഓരോ സാധനങ്ങളും ഓരോ സ്ഥലത്ത് വരുന്നത്. അപ്പം അങ്ങനെയാണ് ഈ മ്യൂട്ടേഷൻ പറയാനാണ് പറഞ്ഞത്. മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഈ DNA-യിൽ സംഭവിച്ചു പോകുന്ന പെട്ടെന്നുള്ള ചേഞ്ചുകൾക്കാണ്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ റേഡിയേഷനൊക്കെ തട്ടുമ്പോൾ ചില ചേഞ്ചൊക്കെ വരും. അപ്പം ഇങ്ങനെ സംഭവിക്കുന്നതിന് പറയുന്ന പേരാണ് മ്യൂട്ടേഷൻ. അപ്പം മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് നിരീശ്വരവാദികൾ എന്തിനാണ് പറയുന്നത് വെച്ചാൽ, ഇങ്ങനെ ഈ DNA-യിൽ ആകസ്മികമായിട്ടുള്ള ചേഞ്ചുകളിലൂടെയാണ് ഓരോ പുതിയ സാധനങ്ങൾ ഉണ്ടാവുന്നത് എന്ന് വിശദീകരിക്കാനാണ് അവർ മ്യൂട്ടേഷൻ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. സോറി, മനസ്സിലാക്കുന്ന ആളുകൾക്ക് ഉൾക്കൊള്ളും ഇൻഷാ അല്ലാഹ്, അല്ലാത്ത ആളുകൾക്ക് ബാക്കി ഈ കാര്യങ്ങളൊക്കെ തിരിയുന്നത് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഈ കണ്ണുനീർ ഗ്രന്ഥി ഇവിടെ വരണം എന്നുള്ളത് ഈ പറഞ്ഞ ഭാഷയിൽ എഴുതി വെച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് കണ്ണുനീർ ഗ്രന്ഥി ആയത്. അത് ആ പൊസിഷനിലായത്. നിങ്ങൾ നോക്കൂ, ഈ സാധനം ഇവിടെ വരികയാണെങ്കിലോ ഈ പർപ്പസ് മീറ്റ് ചെയ്യോ? ഇത് ഇവിടെ വന്നതുകൊണ്ടാണ് ഈ സാധനങ്ങളൊക്കെ നനച്ച് കഴുകി വൃത്തിയാക്കി ഇങ്ങനെ പോകുന്നത്. ആകസ്മികമായിട്ട് സംഭവിക്കുകയാണെങ്കിൽ ഈ സാധനം ഇവിടെ വരെയായിരുന്നു, ഈ സാധനം ഇവിടെ വരെയായിരുന്നു, ഇതിവിടെ ഒന്നുമല്ലാതെ വയറിൻ്റെ ഉള്ളിൽ വരെയായിരുന്നു, കണ്ണുനീർ ഗ്രന്ഥി കയ്യിൽ വരായിരുന്നു. ഇതൊക്കെ സംഭവിച്ചൂടെ? ആകസ്മികതയ്ക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ഓർഡർ ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? ഒരു നിയന്ത്രണവും നിർദ്ദേശമില്ലാതെ സംഭവിക്കുന്നതിൽ എന്ത്. പക്ഷെ അങ്ങനെയല്ല. നമുക്ക് ഈ ഓരോ സാധനങ്ങളിലും കാണുന്നത് കൃത്യമായ പെർഫെക്ഷനും കൃത്യമായിട്ടുള്ള ആസൂത്രണവും നമുക്ക് കാണാൻ കഴിയും. അടുത്തൊരു സാധനത്തിലേക്ക് കയറി കഴിഞ്ഞാൽ കുറച്ചും കൂടി കാണാൻ പറ്റും. കണ്ണിൽ എങ്ങനെയാണ് നിങ്ങളുടെ കണ്ണ് പ്രവർത്തിക്കുന്നത്
എന്ന് കാണിക്കുന്ന ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ആണ്. നിങ്ങൾ നോക്കൂ, ആദ്യം ലൈറ്റ് വരുന്നു, അത് ഈ കൃഷ്ണമണിയുടെ ഉള്ളിൽ ചെറിയ ദ്വാരത്തിലൂടെ അത് കടന്നു പോകുന്നു. ആ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ചിട്ട് കൃഷ്ണമണി സങ്കോചിക്കുകയും വികസിക്കുകയും ചെയ്യുന്നു. അത് ലെൻസിലൂടെ കടന്നു പോകുന്നു. എന്നിട്ട് നിങ്ങളുടെ കണ്ണിൻ്റെ ഏറ്റവും ഉള്ളിലുള്ള റെട്ടിന എന്ന് പറയുന്ന പ്രതലത്തിൽ അത് പോയി പതിക്കുന്നു. അങ്ങനെ പതിക്കുന്ന സമയത്ത് ആ റെട്ടിനയിലുള്ള ചെറിയ കോശങ്ങളിൽ കെമിക്കൽ ചേഞ്ച് ഉണ്ടാകുന്നു, കരണ്ടായി മാറുന്നു. ആ കരണ്ട് ഈ നാഡി വഴി, സർക്യൂട്ട് വഴി തലച്ചോറിൻ്റെ ഏറ്റവും പുറകിലുള്ള കാഴ്ചയെ നിയന്ത്രിക്കുന്ന ഓക്സിപിറ്റൽ ലോബിലേക്ക് എത്തുന്നു. നിങ്ങൾ കാണുന്നു. നിങ്ങൾ നോക്കൂ, ഈ സംഭവത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നറിയോ? ഈ കാണുന്ന പോലെ അല്ല അത്. നിങ്ങൾ നോക്കി, ഈ കണ്ണിൻ്റെ ഈ ഏറ്റവും ഫ്രണ്ടിൽ കാണുന്ന ഭാഗം ഉണ്ടല്ലോ, ഇത് ട്രാൻസ്പാരൻ്റാ. ട്രാൻസ്പാരൻ്റ് എന്ന് വെച്ചാൽ ലൈറ്റ് കടന്നു പോകുന്ന സാധനം. കണ്ണിൻ്റെ വേറെ ഏതെങ്കിലും ഭാഗം ട്രാൻസ്പാരൻ്റ് ആണോ? ബാക്കി എല്ലാ ഭാഗവും ലൈറ്റ് കടക്കാത്ത ഭാഗമാണ്. ലൈറ്റ് കടക്കുന്ന ഭാഗം മുന്നിൽ വന്നാലല്ലേ ലൈറ്റ് ഉള്ളിൽ കയറുള്ളൂ. ആകസ്മികമായി സംഭവിക്കുന്ന സമയത്ത് ആ സാധനം പുറകിലും ആവാമായിരുന്നല്ലോ. ആയിക്കൂടെ? ആകസ്മികതയ്ക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് റോളുണ്ടോ? കണ്ണിൻ്റെ ലൈറ്റ് കടക്കുന്ന ഭാഗം മുന്നിൽ വരണം എന്നുള്ളത് കണ്ണിങ്ങനെ കുറേ കാലം ഇങ്ങനെ ഉരുണ്ട് നിന്ന് നോക്കി. അപ്പോൾ കണ്ണിൽ ലൈറ്റ് ഒന്ന് കയറുന്ന ഞാൻ കണ്ണിന് മനസ്സിലായി. എന്നിട്ട് മുന്നിൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇതൊക്കെ ജീനുകളല്ലേ. ആകസ്മികത കൊണ്ട് ഏറ്റവും പെർഫെക്ഷനിൽ എവിടെയാണോ കണ്ണിൻ്റെ ലൈറ്റ് കടക്കുന്ന ഭാഗം വരേണ്ടത് അത് അവിടെ വന്നു എന്ന് മാത്രമോ, അതിൻ്റെ ഉള്ളിലുള്ള ആ ലൈറ്റിനെ കടത്തി വിടുന്ന ചെറിയ മസിലുകളുണ്ടല്ലോ. നിങ്ങളുടെ ഡോക്ടർമാർ കണ്ണിലേക്ക് ടോർച്ച് അടിച്ച് നോക്കുന്നത് കണ്ടിട്ടില്ലേ? അപകടമൊക്കെ സംഭവിച്ച് പോയിട്ട് കഴിഞ്ഞാൽ കണ്ണിലേക്ക് ടോർച്ച് അടിക്കും. എന്താ നോക്കുന്നത്? കണ്ണിൻ്റെ പ്യൂപ്പിൾ ഇങ്ങനെ സങ്കോചിക്കുകയും വികസിക്കുകയും ചെയ്യും. ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂടിക്കഴിഞ്ഞാൽ കുറക്കും, ഇങ്ങനെ മുറുകും. കുറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ലൈറ്റ് അക്വയർ ചെയ്യാൻ വേണ്ടി അത് വികസിക്കും. അഥവാ ലൈറ്റിനെ സെൻസ് ചെയ്തുകൊണ്ട് ഈ മസിലിനെ വിടർത്താനും സങ്കോചിപ്പിക്കാനുള്ള ശേഷി കണ്ണിൻ്റെ മസിലിനുണ്ട്. പക്ഷെ ഞങ്ങളെ കയ്യും കാലും ഒക്കെ അതുപോലെ ആയാലോ? നമുക്ക് ലൈറ്റ് തട്ടിക്കഴിഞ്ഞാൽ കയ്യും കഴിഞ്ഞ് ഞെട്ടുക, കാലും കഴിഞ്ഞ് ഞെട്ടുക, ഇത് നടക്കാൻ കഴിയുമോ? അപ്പം ലൈറ്റിനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട സാധനം ലൈറ്റുമായി ബന്ധപ്പെട്ട് കണ്ണിൽ വന്നു. എങ്ങനെ? ആകസ്മികമായി, റാൻഡമായി, അവിചാരിതമായി, ആരാരും പറയാതെ എങ്ങനെയോ സംഭവിച്ചു എന്ന് വിശ്വസിക്കുന്നവർ യുക്തിവാദികളും ഇതിൻ്റെ പിന്നിലൊരു ആസൂത്രകനുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ആൾ അന്ധവിശ്വാസിയും. അതുകൊണ്ട് ഞാൻ ഇതിനെ യുക്തിവാദി എന്ന് വിളിക്കാറില്ല. നമുക്ക് മാക്സിമം വിളിക്കാൻ പറ്റുന്നത് നിരീശ്വരവാദി എന്ന് മാത്രമാണ്. കാരണം ഇതിന് യുക്തിയിട്ട് എന്ത് ബന്ധം എനിക്ക് ഇപ്പോഴും ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ഒരു ബന്ധവുമില്ല എന്ന് നിങ്ങൾക്ക് ഇതിലെ ഓരോ സാധനത്തിലൂടെ കടന്നു പോകുമ്പോഴും കാണാൻ കഴിയും. ഒരു ചെറിയ ഉദാഹരണം പറയാം. ഇതെന്താ സാധനം? നേരത്തെ കണ്ട കണ്ണ്. അതിൻ്റെ ചുറ്റിൽ എഴുതി വെച്ചൊക്കെ തൽക്കാലം മറന്നേക്ക്. ഞാൻ ഇന്നലെ മിനിയാന്ന് ഒരു ഉദാഹരണം കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരു പേപ്പറും അതിൻ്റെ ചുറ്റിലും ഒരു നീലമഷിയുടെ ഒരു ഇങ്കിൻ്റെ ഒരു ചെറിയ പെയിൻറ്റിൻ്റെ ഒരു ചെറിയ ബോട്ടിൽ, ഓറഞ്ച് കളറിൻ്റെതും അതുപോലെ തന്നെ വ്യത്യസ്ത നിറങ്ങളുടെ പെയിൻറ്റിൻ്റെ കുപ്പിയും അതുപോലെ തന്നെ ഒരു വൈറ്റ് പേപ്പറും ഞാൻ എൻ്റെ മേശയിൽ വെച്ചിരുന്നു. ഞാൻ മേശൻ്റെ മുകളിൽ അങ്ങനെ വെച്ച് ഞാനിങ്ങ് പോന്നു. ഞാൻ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് പോയപ്പോൾ ഇങ്ങനെ ഒരു ചിത്രം കാണുന്നു. അവിടെ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എന്നോട് എൻ്റെ സുഹൃത്ത് വന്നിട്ട് ചോദിച്ചു, ആരോടെ ഉഷാറായിട്ട് നല്ല വരയാണല്ലോ, നന്നായിട്ടുണ്ടല്ലോ കണ്ണ് വരച്ചത്. ഞാൻ പറഞ്ഞു, അതങ്ങനെ ആരും വരച്ചതൊന്നുമല്ല, അത് മാക്സിമം സംഭവിക്കാൻ സാധ്യതയുള്ള എൻ്റെ വീട്ടിലൊരു പൂച്ചയുണ്ട്. ആ പൂച്ച ഞാൻ ഈ വെച്ച ടേബിളിൽ ചാടിയിട്ടുണ്ടാവും. അപ്പോൾ അത് തട്ടിപ്പോയപ്പോൾ ഇങ്ങനെ ഒരു ചിത്രം. അപ്പോൾ അയാൾ പറഞ്ഞു, അതെങ്ങനെയോട് ഇങ്ങനെ ഒരു ചിത്രം അങ്ങനെയൊക്കെ ഉണ്ടാവും, ഇത്ര പെർഫെക്ഷനിൽ അങ്ങനെ ചിത്രം ഉണ്ടാവും? അല്ല, ഉണ്ടായിക്കൂടെ? കാരണം പൂച്ച പെയിൻറ് തട്ടി പേപ്പറിൽ വീഴുമ്പോൾ അത് കോടാനുകോടി സാധ്യതകളുണ്ടല്ലോ. എങ്ങനെയാവാം അല്ലേ? കോടാനുകോടി സാധ്യതയിൽ ഒരു സാധ്യത അല്ല, അങ്ങനെ പറഞ്ഞൂടെ? അല്ല, നിങ്ങളെന്താ ചിരിക്കണത്? പക്ഷെ അങ്ങനെ പറയുന്ന ഈ ചിത്രം പൂച്ചൻ്റെ കാല് തട്ടിയിട്ട് പെയിൻറ് വീണപ്പോൾ സംഭവിച്ചതാണ് എന്ന് പറയുന്നതിനെ നിങ്ങൾ വിഡ്ഢിത്തമായി കാണുന്നു. പക്ഷെ ഇങ്ങനെ പ്രവർത്തിക്കുന്ന കണ്ണ്
അതിൻ്റെ DNA ഡീകോഡിംഗ് ഒക്കെ ഇൻഷാല്ല ഞാൻ പറയണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്, പറ്റുമെന്നറിയില്ല. അങ്ങനെ പ്രവർത്തിക്കുന്ന, അങ്ങനെ ഉണ്ടായ കണ്ണ് പൂച്ച പോലും ചവിട്ടാതെ ഉണ്ടായതാണ് എന്ന് വിശ്വസിക്കുന്നത് ബുദ്ധിപരവും, അത് യുക്തിവാദവും. ഇതാണ് ഇതിലെ വൈരുദ്ധ്യം. ഇപ്പം നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റെന്തോ ഒരു ശബ്ദം എയർ കോളത്തിൽ വൈബ്രേഷൻ ഉണ്ടാക്കുന്നു, അത് നിങ്ങളുടെ ഇയർ ഡ്രമ്മിൽ വന്ന് മുട്ടുന്നു. ഒരു പ്രത്യേക ഫ്രീക്വൻസിയിൽ നിങ്ങൾ ഇയർ ഡ്രമ്മിൽ വൈബ്രേഷൻ ഉണ്ടാവുന്നു. ഏതൊരു രീതിയിലാണോ ആ ഫ്രീക്വൻസി, ആ രീതിയിൽ ഇയർ ഡ്രം വൈബ്രേറ്റ് ചെയ്യും. മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ് എന്ന് പറയുന്ന 3 എല്ലുകൾ ഇതിനെ ആംപ്ലിഫൈ ചെയ്യും, ഈ ഫ്രീക്വൻസി ആംപ്ലിഫൈ ചെയ്യും. എന്നിട്ട് സ്റ്റേപ്പിസിൻ്റെ ഈ ഫുഡ് പ്ലേറ്റ് ഉണ്ടല്ലോ, ഇത് ഓവൽ വിൻഡോ എന്ന് പറയുന്ന ചെറിയൊരു പ്രതലത്തിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ആ ഒട്ടിച്ചു വെക്കുന്ന സമയത്ത് ഈ ഒച്ച് പോലത്തെ സാധനത്തിൻ്റെ ഉള്ളിൽ പിന്നെ ഉള്ളത് വെള്ളമാണ്, പെരിലീഫ് എന്ന് പറയും. ഈ ഫ്രീക്വൻസിക്ക് അനുസരിച്ചിട്ട് വെള്ളത്തിൽ ഓളങ്ങളുണ്ടാകും. ആ വെള്ളത്തിലെ ഓളങ്ങൾക്കനുസരിച്ചിട്ട് അതിലേക്ക് തൂങ്ങി നിൽക്കുന്ന ഈ ഹെയർ സെല്ല്, രോമകൂപങ്ങൾ ചെറിയ രീതിയിൽ ഇങ്ങനെ ആടാൻ തുടങ്ങും. ഈ ആട്ടത്തിനെ ഡിറ്റക്റ്റ് ചെയ്യും. ഈ ആട്ടത്തിനെ അതിൻ്റെ തൊട്ട് താഴെ കാണുന്ന മൈക്രോ ഡിറ്റക്ടറുകൾ സെൻസ് ചെയ്തിട്ട് ഒരു ചെറിയ കറണ്ട് ഉണ്ടാക്കും. നിങ്ങൾക്ക് കാണാമത്. ഏത് രീതിയിലാണോ ഞാൻ സംസാരിച്ചത്, ഏത് ശബ്ദമാണോ എൻ്റെ അടുത്ത് ഉണ്ടായത്, അതിനനുസരിച്ച് ഉണ്ടാവുന്ന കറണ്ടിലും ആട്ടത്തിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ആ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കറണ്ട് രൂപപ്പെടുന്നു. ആ കറണ്ട് ഈ ചെറിയ നാഡി വഴി, 8ാമത്തെ നെർവ് വഴി, തലാമസ് വഴി, തലാമസ് വഴി തലച്ചോറിലെ കേൾക്കുന്ന ഭാഗത്തെത്തുമ്പോൾ നിങ്ങൾ കേട്ടു. നിങ്ങൾ നോക്കൂ, എൻ്റെ ശബ്ദം നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. ഹബീബ് സാഹിബിൻ്റെ ശബ്ദം നിങ്ങൾക്ക് വേറെ മനസ്സിലാവുന്നുണ്ട്. അപ്പുറത്തൊരു ഗ്ലാസ് വീണ ശബ്ദം നിങ്ങൾക്ക് വേറെ മനസ്സിലാവുന്നുണ്ട്. ഇതെല്ലാം ഉണ്ടാക്കുന്ന നിങ്ങളുടെ ഉമ്മയുടെ, ഉപ്പയുടെ, ഭാര്യയുടെ, മക്കളുടെ ഓരോരുത്തരുടെ ശബ്ദവും സവിശേഷമായി നിങ്ങൾ തിരിച്ചറിയുന്നു. മൈക്രോ ചെറിയ ഫ്രീക്വൻസിയിലുണ്ടാവുന്ന ചെറിയ ചേഞ്ചുകൾ വെച്ചിട്ടാണ് ഈ മാറ്റത്തെ മൊത്തം ഡിറ്റക്റ്റ് ചെയ്യണത്. അതുണ്ടാക്കുന്ന കറണ്ടിലുണ്ടാവുന്ന സൂക്ഷ്മമായ വ്യത്യാസം. ഈ കുഞ്ഞു ചെവിയിൽ ഈ അത്ഭുതങ്ങളെല്ലാം സംഭവിച്ചത് ആകസ്മികമായി, റാൻഡമായി, അൺഗൈഡഡായി, ആരാലും നിയന്ത്രിക്കപ്പെടാതെ അവിചാരിതമായി സംഭവിച്ചത് എന്ന് വിശ്വസിക്കുന്നവർ യുക്തിവാദികളും നിങ്ങൾ അന്ധവിശ്വാസികളും. ഖുർആൻ ചോദിക്കുന്നുണ്ട്, അലം യകു നുത്ഫത്തം മിൻ മനിയ്യുംന, നീ ഒരു നുത്ഫ മാത്രമായിരുന്നില്ലേ? ഭയങ്കര ചോദ്യമാണ്. അതിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഈ ചോദ്യത്തിൻ്റെ ഗാംഭീര്യം എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്കെല്ലാം അറിയാം, പുരുഷൻ്റെ ഒരു ബീജവും ഈ ചുറ്റിലും കാണുന്നതാണ് ബീജം. ഇതാണ് സ്ത്രീയുടെ അണ്ഡം. ഇത് ചേർന്നിട്ടാണ് ഞാനും നിങ്ങളെല്ലാം ഉണ്ടായത്. ഈ സ്പേമിൻ്റെ ഈ തല പോലത്തെ സ്ഥാനത ഇതിൻ്റെ സ്പേമിൻ്റെ ഹെഡ് എന്ന് പറയും. അതിൻ്റെ മുകളിൽ ചെറിയൊരു കവറുണ്ട്, ക്യാപ്പ് എന്ന് പറയും, അക്രോസോമൽ ക്യാപ്പ് പറയും. അതിൻ്റെ ഉള്ളിൽ കുറേ മെറ്റീരിയൽ ഉണ്ട്, എൻസൈമുകളുണ്ട്. ഈ കോശം, ഈ അണ്ടുണ്ടല്ലോ, ഇതിന് കുറേ കവർ ചെയ്യുന്ന കുറേ കോശങ്ങളുണ്ട്. കൊറോണ റേഡിയേറ്റർ എന്ന് പറയും. ഇത്രയും മനസ്സിൽ വെച്ചാൽ മതി. ഇനി അടുത്തൊരു വീഡിയോ കാണും. മില്യൺ കണക്കിന് സ്പേമുകൾ ഓരോ ഇജാക്കുലേഷനിലും ഫീമെയിൽസിലേക്ക് സഞ്ചരിക്കുന്നുണ്ട്. അതങ്ങനെ പോയി അതിൻ്റെ ട്രാക്കിൻ്റെ ആ പോകുന്ന വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. ഒരു ഭാഗത്തുനിന്നും അണ്ഡം ഇങ്ങനെ, ആ മഞ്ഞ കവർ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കൊറോണ റേഡിയേറ്റർ എന്ന് പറയുന്ന അണ്ഡത്തിനെ കവർ ചെയ്യുന്ന കവറുകളാണ്. അണ്ഡത്തിൻ്റെ അടുത്തേക്ക് സ്പേം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ സഞ്ചരിക്കുന്നത് സഹായിക്കാനും അവിടെ സാധനങ്ങളുണ്ട്, ആവശ്യമില്ലാത്ത സ്പേമിനെ ഡിസ്ട്രോയ് ചെയ്യാനുള്ള സംവിധാനവും അവിടെ കാണാൻ കഴിയും. ഇതിങ്ങനെ പോയി അങ്ങനെ നിങ്ങൾ ആ സ്പേം ഓവത്തിൻ്റെ അടുത്തെത്തും, അഥവാ അണ്ഡത്തിൻ്റെ അടുത്തെത്തും. വലിപ്പത്തിൻ്റെ ഡിഫറൻസ് ഇങ്ങ് മനസ്സിലാവും. ചെറിയതാണ് ഈ സ്പേം എന്ന് പറയുന്നത്, വലുതാണ് അണ്ഡം. മില്യൺ കണക്കിന് ആളുകൾ വന്നതിൽ നിന്നും ഒരൊറ്റ സ്പേം അകത്ത് കയറും. ആ അകത്ത് കയറി നിങ്ങളുടെ പിതാവിൽ നിന്നുള്ള ജനറ്റിക് മെറ്റീരിയൽ, ക്രോമസോമുകൾ, അവിടെ അണ്ഡത്തിലുള്ള ക്രോമസോമുകളായിട്ട് യോജിച്ച് 23 ഇവിടുന്നും 23 അപ്പുറത്തുനിന്ന് എടുത്തിട്ട് നിങ്ങളുടെ ഒരു ഫസ്റ്റ് സെല്ലായി മാറും. അത് വളർന്നിട്ടാണ് ഓരോരുത്തരും ഉണ്ടായി വരുന്നത്. പോസ് ചെയ്യാൻ കഴിയും. നിങ്ങൾ നോക്കൂ, ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. പോസ് ചെയ്യാൻ പറ്റില്ല, കുഴപ്പമില്ല. പറയാൻ ഉദ്ദേശിച്ച കാര്യം,
ഈ സ്പേമിൻ്റെ അറ്റത്ത് ഞാനൊരു ചെറിയ ക്യാപ്പ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, തലേൻ്റെ അപ്പുറത്തൊരു ചെറിയ ക്യാപ്പ്, ഒരു ചെറിയ സഞ്ചിയുണ്ട്. അതിൻ്റെ ഉള്ളിൽ കുറേ മെറ്റീരിയൽ ഉണ്ട്, കുറേ എൻസൈമുകളുണ്ട്, രാസാഗ്നികൾ. ഇതെന്തിനു വേണ്ട സാധനമാണെന്നറിയോ? അപ്പുറത്തുള്ള ഓവത്തിനെ കവർ ചെയ്തിട്ടുള്ള ഈ കോശങ്ങൾ എന്തുകൊണ്ടാണോ ഒട്ടിച്ചു വെച്ചിട്ടുള്ളത്, ആ കെമിക്കൽ സബ്സ്റ്റൻസിനെ പെനിട്രേറ്റ് ചെയ്യാൻ വേണ്ട, അതിനെ പൊട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനം എവിടെ ഉണ്ട്? സ്പേമിൻ്റെ ആക്രോസോമൽ ക്യാപ്പിലുണ്ട്. അവിടുത്തെ ഹൈലൂറോണിക് ആസിഡിനെ പൊട്ടിക്കാൻ ഇവിടെ ഹൈലൂറോണിഡേസ് എന്ന് പറയുന്ന ഒരു എൻസൈം. നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ ശരീരത്തിൽ എന്തെല്ലാം ജാതി എൻസൈമുകളുണ്ട്. ഭക്ഷണം ദഹിപ്പിക്കുന്ന സാധനങ്ങളില്ലേ, വേറെന്തെല്ലാം സാധനങ്ങളുണ്ട്. അതൊക്കെ ആയിക്കൂടെ ഇരുന്നോ? ആകസ്മികമായി ഉണ്ടായതാണെങ്കിൽ അങ്ങനെയൊക്കെ ആയിക്കൂടെ? ഇതിനെന്തോ ഒരു ഉദ്ദേശമില്ലാതെ സംഭവിക്കുമ്പം ഒരുപാട് സാധനങ്ങളാകാമായിരുന്നു. പക്ഷേ എന്താണോ നിങ്ങളുടെ ഓവത്തിനെ പൊട്ടി, എവിടെയോ കിടക്കുന്ന ഒരു പെണ്ണ്, അവിടെ ഇതുവരെ ആ സ്പേം പരിചയപ്പെട്ടിട്ടില്ലാത്തൊരു ഓവം, ആ ഓവത്തിൻ്റെ കവറിങ് അതാണ് എന്ന് സ്പേമിന് എങ്ങനെ അറിയാം? അല്ലെങ്കിൽ ഈ സ്പേമിന് ബുദ്ധി ഉണ്ടോ? ഇതൊക്കെ സാധനങ്ങൾ മാത്രമല്ലേ. അവിടെ പൊട്ടിക്കാൻ ആവശ്യമായ സാധനം എങ്ങനെ ഇതിൻ്റെ തലയിൽ ഇവിടെ വന്നു? എങ്ങനെ വന്നു? ആകസ്മികമായി. എന്ന് മാത്രമല്ല, സൂക്ഷ്മമായി ഇതിനെ പഠിക്കാൻ ഭയങ്കര സംഭവമാണ്. അലം യക്കുൻ ഉത്തുഫത്തൻ മിൻ മനിയ്യിൻ യുംന എന്നുള്ള ചോദ്യം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ പടച്ചവൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഉത്തരം പഠിക്കുകയാണ് നമ്മൾ. ഈ സ്പേം ഇതിൻ്റെ കവറിങ്ങിനെ തട്ടിക്കഴിഞ്ഞാൽ ഈ പ്രോട്ടീൻ ഉണ്ടല്ലോ, ഈ സ്പേമിൻ്റെ ആറ്റത്തിൽ കവർ ചെയ്യുന്ന പ്രോട്ടീൻ, അതിൻ്റെ കറക്റ്റ് റിസപ്റ്ററാണ് ഇവിടെ ഉള്ളത്, ഈ ഓവത്തിനെ കവർ ചെയ്ത കവറിങ്ങിലുള്ളത്. അത് വന്നാലേ തുറക്കുള്ളൂ, വേറെ എന്ത് വന്നാലും തുറക്കില്ല. അത് വന്നാൽ ഒരാളുള്ളിൽ കയറും, അതിനെ പെനിട്രേറ്റ് ചെയ്ത് ഉള്ളിൽ കയറും. ഞാൻ കുറേ സൂക്ഷ്മമായ വിശദീകരണം ഞാൻ ഒഴിവാക്കിയിട്ടാണ് പറയുന്നത്. ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ പറഞ്ഞു 3 മില്യണിനടുത്ത്, ഏകദേശം മില്യൺ കണക്കിന് സ്പേം അങ്ങോട്ട് പോയിട്ടുണ്ട്. ഒരാളുള്ളിൽ കയറി. ഇനി എന്ത് ചെയ്യണം? ഈ റിസപ്റ്ററൊക്കെ അവിടെ തന്നെ ഉണ്ട്, ചുറ്റിലും ഒരുപാട് ആളുകളുണ്ട്. ഇനിയും ആൾ കയറിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവിടെ പ്രശ്നമാണ് അല്ലേ? 23 മാത്രമേ ഉണ്ടാവും. 23 ക്രോമസോം വാപ്പൻ്റെ അടുത്തുനിന്ന് 23 ക്രോമസോം ഉമ്മൻ്റെ അടുത്തുനിന്നുള്ളത് മാത്രമാണ് 46 ക്രോമസോമായിട്ടുള്ള ഞാനും നിങ്ങൾക്കായി മാറുന്നത്. പക്ഷെ രണ്ടാമതൊരാൾ വരാൻ പാടില്ല. ഇനെന്ത് ചെയ്യും? ഒരൊറ്റ ആൾ കയറിക്കഴിഞ്ഞാൽ ഈ വാതിൽ മൊത്തം ഓട്ടോമാറ്റിക്കലി ക്ലോസ് ചെയ്യും. പിന്നെ ഒരാൾക്ക് ആ റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ള കെമിക്കൽ ചേഞ്ചുകൾ അവിടെ നടക്കും. എങ്ങനെ? ആകസ്മികമായി സംഭവിക്കും. നിങ്ങൾ നോക്കൂ, ഡൈജസ്റ്റീവ് സിസ്റ്റം. ഏതോ പറമ്പിലുള്ള തേങ്ങ, അതിനെ ദഹിപ്പിക്കാൻ ഇന്ന സാധനമാണ് എന്നുള്ളത് എൻ്റെ വയറിലുള്ള ഗ്രന്ഥിക്ക് എങ്ങനെ മനസ്സിലായി? ആ തേങ്ങ ഇങ്ങനെ കുറേ കാലം പോയി, കുറേ എൻസൈമുകൾ പരീക്ഷിച്ച് പോയി, അവരൊന്നും സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ് അല്ലാണ്ട് മരിച്ചുപോയി. എന്നിട്ട് ഏതോ ഒരു ചങ്ങായിക്ക് തേങ്ങനെ അല്ലെങ്കിൽ അരിയെ അല്ലെങ്കിൽ ബീഫിനെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള എൻസൈമുള്ള ഏതോ ഒരു മനുഷ്യൻ, കോടികളിൽ ഒരാളുണ്ടായിരുന്നു, അയാൾ സർവൈവ് ചെയ്തു, അയാളുടെ മക്കളായി നിങ്ങളുണ്ടായി. എങ്ങനെയാണോ? ഏതോ പറമ്പിലെ തേങ്ങ എൻ്റെ വയറിൽ ദഹിക്കണമെങ്കിൽ അതിനെ ദഹിപ്പിക്കേണ്ട കൃത്യം, നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ണുനീർ ഗ്രന്ഥിൻ്റെ എൻസൈം കൂടെ ഉണ്ടായിക്കൂടെ? റാൻഡമായിട്ട് സംഭവിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചൂടെ? അല്ലെങ്കിൽ ഇതില്ലാതിരുന്നൂടെ? അല്ല, നിങ്ങൾക്ക് എവിടേക്ക് എന്ത് വേണമോ അത് അതിൻ്റെ മൈക്രോ പെർഫെക്ഷനിൽ നിങ്ങളിൽ കാണാൻ കഴിയും. അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളിലേക്ക് നോക്കൂ, അഫലാ തുബ്സിറൂൻ, നിങ്ങൾ ഉൾക്കാഴ്ചയുള്ളവരായി മാറുന്നില്ലേ എന്ന റബ്ബിൻ്റെ ചോദ്യത്തിനാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മളെല്ലാം നിരന്തരമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഹൃദയം. ഈ ഹൃദയം നമുക്ക് എല്ലാവർക്കും അറിയാം, സ്കൂൾ പഠിച്ച എല്ലാവർക്കും അറിയാം, ഹൃദയത്തിന് എത്ര അറയാണുള്ളത്? 4 അറകളാണുള്ളത്. 2 മുകളിലും 2 താഴെയും. ഇതിങ്ങനെ നിരന്തരം മിടിച്ചുകൊണ്ടിരിക്കുകയാണ്, പമ്പ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ? എല്ലാ സ്ഥലത്തേക്കും ഓക്സിജനുള്ള ബ്ലഡിനെ അങ്ങോട്ട് കൊടുക്കുന്നു, ഉപയോഗം കഴിഞ്ഞിട്ട് ഓക്സിജനൊക്കെ എടുത്തു കഴിഞ്ഞ ബ്ലഡിനെ തിരിച്ചു വാങ്ങുന്നു, വീണ്ടും പമ്പ് ചെയ്യും. ഇതിങ്ങനെ ഈ മെഷീൻ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ കൃത്യമായൊരു ഇലക്ട്രിസിറ്റി വർക്ക് ചെയ്യുന്നുണ്ടാണ്. അപ്പം ഈ കോശം, ഈ ഹൃദയത്തിൻ്റെ ഈ മസിലുണ്ടാക്കിയ ഈ കോശങ്ങളുണ്ടല്ലോ, ഇതിൽ ഈ ഭാഗത്ത് വലത് ഭാഗത്തെ ഏട്രിയം എന്നതിന് പറയാം, ഈ ഭാഗത്തുള്ള മസിലുകൾക്ക് ചെറിയ രീതിയിൽ രൂപമാറ്റം വന്നിട്ട് അത് സ്വയം തന്നെ കറണ്ടിൻ്റെ ഇമ്പൾസ് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്ന കോശങ്ങളായി മാറി. ആ കറണ്ട് ഇമ്പൾസ് ഇതുപോലത്തെ ട്രാക്കുകൾ വഴി താഴേക്ക് വരും.
അത് ഓരോ മസിലിൻ്റെ കോശങ്ങളിലേക്ക് എത്തും. അത് ഈ ഭാഗം കൺട്രാക്ട് ചെയ്യും, ഇങ്ങനെ അമരും, ഇങ്ങനെ കൺട്രാക്ട് ചെയ്യും, ബ്ലഡ് താഴേക്ക് വരുന്നു. അപ്പോൾ ഇതിന് കറണ്ട് ഇങ്ങോട്ടെത്തും, ഇത് കൺട്രാക്ട് ചെയ്യും, പമ്പ് ചെയ്യും. ഇങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഈ സർക്യൂട്ട് വേറെ എവിടെയെങ്കിലും ഉണ്ടോ? അവിചാരിതമായി സംഭവിക്കുകയാണെങ്കിൽ കയ്യിൽ ഇതേപോലത്തെ ഒരു സർക്യൂട്ട് ഉണ്ടെന്ന് വിചാരിക്കുക, നിങ്ങളെ കൈ നിൽക്കൂല, കട്ട 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 ഇങ്ങനെ വരച്ച് കണ്ടെടുക്കും. കാലിലുണ്ടെങ്കിൽ കാല് വരച്ചു. ശരീരത്തിൽ എവിടെയൊക്കെ മസിലുകളുണ്ട്, പക്ഷെ അവിടെയൊന്നും ഇങ്ങനത്തെ ഒരു സർക്യൂട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഈ ഹാർട്ട് അത് പമ്പ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് അവിടെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു മാറ്റം, ഇങ്ങനത്തെ ഒരു സർക്യൂട്ടിനെ കാണാൻ കഴിയും. അത് കറണ്ട് ഉണ്ടാക്കുന്നു, കറണ്ടിനെ കണ്ടക്ട് ചെയ്യുന്നു. ആ കണ്ടക്ട് ചെയ്യുന്ന എനർജി ഉപയോഗിച്ച് കൃത്യമായ കോർഡിനേഷനിൽ ഈ സാധനം ഇങ്ങനെ ചുരുങ്ങുകയും സങ്കോചിക്കുകയും ചെയ്യുന്നു, ബ്ലഡ് പമ്പ് ചെയ്യുന്നു. അവിചാരിതമായിട്ട് സംഭവിച്ചതാണോ? ആകസ്മികമായിട്ട് സംഭവിച്ചതാണോ? നിങ്ങൾ നോക്കൂ, ഇതിലുണ്ടാകുന്ന ചെറിയ സൂക്ഷ്മമായിട്ടുള്ള ഷോർട്ട് സർക്യൂട്ടുകൾ പോലും മനുഷ്യന് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. സർവൈവ് ചെയ്യാൻ പറ്റത്ത് അൺപ്ലാൻഡ് ആയിരുന്നുവെങ്കിൽ എങ്ങനെ സാധിക്കും എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ അടുത്തൊരു ഉദാഹരണം ഒരു വീഡിയോ കാണിച്ചാൽ, ഈ കണ്ടക്ട് ചെയ്യുന്ന പ്രോപ്പർ ചാനലിൽ നടക്കാതെ എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് ഈ സാധനത്തിൽ വന്നു കഴിഞ്ഞാൽ ഹാർട്ടിന് മിടിക്കാൻ കഴിയില്ല. ഈ വീഡിയോ നിങ്ങൾ കണ്ടു, ഇത് ഏതോ രീതിയിൽ ഇടിക്കാൻ തുടങ്ങും. ഇതിനെ നമ്മൾ അരിത്മിയാസ് എന്നാണ് പറയുക. അതിനൊരു ഓർഡർ ഉണ്ടാവില്ല. ഈ കൃത്യം പെർഫെക്ഷനിൽ ഉണ്ടാക്കുന്ന എണ്ണം, പോകുന്ന ചാനലുകൾ, ഇതെല്ലാം പെർഫെക്ഷനിലായിരിക്കണം. ഇല്ലാണ്ട് ഈ ഹാർട്ടിന് ഇടിക്കാൻ കഴിയില്ല. വെച്ചിട്ട് ഏതോ രീതിയിൽ ഇടിക്കും, ആള് മരിച്ചു പോകും. അപ്പം അത്ര പെർഫെക്ഷനിൽ നിങ്ങളുടെ ഉള്ളിൽ ഇതാ ഈ നിമിഷം ഇപ്പോഴും ഈ സംഭവം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ എവിടെ നിന്ന് വന്നാന്നറിയോ? നിങ്ങളുടെ 46 ക്രോമസോമുകളിൽ എവിടെ ഹാർട്ട് വരണം, അതിന് എന്ത് മെറ്റീരിയൽ ഉണ്ടാവണം, ആ മെറ്റീരിയൽ ഏത് പോയിന്റിൽ ഇലക്ട്രിക് ഇമ്പൾസ് വരുന്ന സ്ഥലം ഉണ്ടാവണം, അതിൻ്റെ കണ്ടക്റ്റിംഗ് ട്രാക്ക് ഏതിലൂടെ പോകണം, ഇതൊക്കെ എവിടെ എഴുതി വെച്ചിട്ടുണ്ട്? കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത നിങ്ങളുടെ കോശത്തിനകത്തെ 46 ക്രോമസോമുകളിൽ ജീനുകളായിട്ട് ഈ സാധനമൊക്കെ കോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സാധനത്തിന് ഡീകോഡ് ചെയ്യുന്നതാണ് നിങ്ങളുടെ ഹൃദയമാകുന്നത്, നിങ്ങളുടെ കണ്ണാകുന്നത്, നിങ്ങളുടെ ചെവിയാകുന്നത്. കാരണം അതിൻ്റെ മെറ്റീരിയൽ ഏത് വേണം എന്ന് തീരുമാനിക്കും. ഇതല്ലാത്ത വേറെന്തൊക്കെ ആയിക്കൂടെ? ഇവിടെ റാൻഡംനെസ്സിന് എന്ത് ഓർഡറുള്ളത്? പക്ഷെ അവിടേക്ക് വേണ്ട സാധനം കൃത്യതയോടും പെർഫെക്ഷനോടും കൂടിയിട്ട് അവിടെ സംഭവിച്ചുവെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ഇതിനെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു മുസവ്വിറുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കിയേ തീരൂ. മുസവ്വിർ, പ്രകൃതിയിൽ ഒരുപാട് ഡിസൈനുകൾ നമുക്ക് കാണാൻ കഴിയും. എന്താ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്? ഞാൻ മലപ്പുറത്തേനാണ്, മിഷീൻ കല്ല് എന്ന് ഞങ്ങൾ പറയും. ഞങ്ങളെന്താ പറയാൻ എനിക്കറിയില്ല അല്ലേ? ചെത്ത് കല്ല്, മിഷീൻ കല്ല് എന്നൊക്കെ പറയും. എന്തോ ആവട്ടെ, ഇത് ഇത് ഭയങ്കര ഏതോ ഒരു കലാവിരുദ്ധമുള്ള ഒരു വ്യക്തി മോഡേൺ ആർട്ട് വഴി ഇങ്ങനെ വെച്ചതാ, അങ്ങനെ പറയേണ്ട ആവശ്യമില്ല അല്ലേ? ഇത് ഒരു പിക്കപ്പിൽ കല്ല് കൊണ്ടുവന്ന് മറിച്ചിട്ടപ്പോൾ ഇങ്ങനെ വീണു എന്നൊരു മനുഷ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ഇൻ്റലിജൻസിനെ നമ്മൾ ചോദ്യം ചെയ്യേണ്ടതില്ല. അല്ലെങ്കിൽ ഒരു അർബാനയിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ കമഴ്ത്തി ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു ഡിസൈനിൽ വീഴും, അതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ അതേസമയം ഒരു വ്യക്തി പറയുകയാണ്, എൻ്റെ വീട്ടിൽ ഇന്നലെ കൊണ്ടുവന്ന പിക്കപ്പിൽ ഞാൻ ഇറക്കിയതാണിത്, എനിക്ക് കൂലിത്തൊഴിലാളികളൊന്നും വിളിക്കേണ്ടി വന്നില്ല, പിക്കപ്പ് അങ്ങ് പൊന്തിച്ചു, കല്ലങ്ങ് വീണു, അപ്പോൾ ഇതുപോലായി. അയാളെ പറ്റി എന്താ നമ്മൾ പറയുക? അപ്പോൾ അയാളോട് ഞാൻ ആർഗ്യൂ ചെയ്തപ്പോൾ അയാൾ പറഞ്ഞു, അല്ല മനുഷ്യ, കോടിക്കണക്കിന് സാധ്യതകൾ ഉണ്ടായിരുന്നു, കല്ല് വീഴാൻ കോടാനുകോടി സാധ്യതകൾ ഉണ്ടായിരുന്നു, അതിലൊരു സാധ്യത ഇത്. അങ്ങനെ സംഭവിച്ചൂടെ? എന്തെങ്കിലും സമ്മതിക്കാത്തത്? അങ്ങനെ സംഭവിക്കുമോ? അല്ലേ, സംഭവിച്ചൂടെ? പക്ഷെ സമ്മതിക്കാൻ തോന്നുന്നില്ല. കാരണം ഞാൻ പ്രാക്ടിക്കൽ സാധ്യതയെ കുറിച്ചാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ കോടിക്കണക്കിന് സാധ്യതയിൽ ഒരു സാധ്യത. പക്ഷെ അങ്ങനെ ആരും വാദിക്കാറില്ല പ്രായോഗികമായിട്ട്. ഒക്കെ പെർഫെക്ഷനാണ്. ഇത് നോക്കൂ, സാധാരണഗതിയിൽ ഞാനത് ഇതിൻ്റെ ഒരു യൂഷ്വൽ രീതിയാണ് പറയുന്നത്, പക്ഷെ ഇങ്ങനെ സംഭവിക്കാറില്ല. ഇങ്ങനെ ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ ഒരു ബുദ്ധി നമ്മോട് പറയുന്നത്
ഇതിങ്ങനെ അടുക്കലും ചുട്ടലും വെക്കാൻ പറ്റിയ ഏതോ ഒരു ഇൻ്റലിജൻറ്റ് ബീയിങ് ഇതിങ്ങനെ അടുക്കി വെച്ചതാണ്. ഇതല്ലാത്തൊരു സാധ്യതയാണ് ഇതിൻ്റെ പ്രമുഖമായ സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള തെളിവ് അയാൾ കൊണ്ടുവരണം. സാധാരണ സംഭവിക്കുന്ന കാര്യം ഇതാണ്. ഓക്കെ, അപ്പോൾ പ്രൂഫിൻ്റെ ബേർഡൻ കിടക്കുന്നത് അപ്പുറത്തെ കോർട്ടിലാണ്. ഇനി നോക്കൂ, അതേ സാധനമാണ്, പക്ഷെ ഇത് കുറച്ചും കൂടി പാറ്റേണില്ല അല്ലേ? ഇത് ചിലപ്പോൾ നേരത്തെ വെച്ച ആളും ആവില്ല, അത് കുറച്ചും കൂടി ഈ പറഞ്ഞ പണിയൊക്കെ എടുത്ത് ശീലവും തഴക്കവും ഉള്ളൊരു വ്യക്തി അടുക്കി വെച്ചതാണെന്നുള്ളതാണ് ബുദ്ധിയുടെ താല്പര്യം. ഇത് അഡ്വാൻസ് ആവുന്നതിനനുസരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കരവിരുത് കൂടുതൽ ഉഗ്രമാണ് എന്ന് നമ്മൾ സ്വാഭാവികമായിട്ടും അംഗീകരിക്കും. ഇതിനെ കണ്ടിട്ടൊരു മനുഷ്യൻ പറയുകയാണ്, എൻ്റെ വീട്ടിലെ പിക്കപ്പ് പറഞ്ഞപ്പോഴോ അതിൻ്റെ അപ്പുറത്ത് സിമെൻ്റ് ഉണ്ടായിരുന്നു, ഇതിൻ്റെ അപ്പുറത്ത് പൂഴി ഉണ്ടായിരുന്നു, ആകസ്മികമായി കോടാനകോടിയിൽ ഒരു സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഒന്നുകിൽ ഓമശ്ശേരിയിൽ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ തുടങ്ങിയിട്ടില്ല, ഓക്കെ അല്ലേ? പക്ഷേ നിങ്ങൾ നോക്കൂ, ഇങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന വ്യക്തി, ഇത് ഏതൊരു നിരീശ്വരവാദി ഇങ്ങനെ തന്നെ പറയുള്ളൂ, അല്ലാണ്ട് കോടിക്കണക്കിനൊന്നും പറയുന്നില്ല, ഞാൻ തമാശക്ക് പറഞ്ഞതാണ്. പക്ഷേ നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ ചുറ്റുവട്ടത്ത്, നിങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ, റോഡിൻ്റെ അറ്റത്ത് ഇങ്ങനെ മുളച്ചു പൊന്തിയ പുല്ലിൽ, പൂവിൽ, പൂമ്പാറ്റയിൽ ഒക്കെ അങ്ങനത്തെ ഡിസൈനുകളുണ്ട്. അതെങ്ങനെയാണ് ആകസ്മികമായി സംഭവിക്കാം? ഏതൊരു ഡിസൈനും അതിൻ്റെ പിന്നിലുള്ള ഡിസൈനർ ഉണ്ടായിരിക്കും. പ്രത്യേകിച്ചും മാത്തമാറ്റിക്കൽ ആക്യുറസി ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ഒബ്ജക്റ്റീവായിട്ടുള്ള ഫൈൻഡിങ് ആണ്, വസ്തുനിഷ്ഠമായിട്ടുള്ള സംഭവമാണ്. അങ്ങനത്തെ ഒരു സാധനമാണ് നമ്മൾ ഈ സാധനത്തിൽ കാണുന്നത്. ഇതിൽ മാത്രമല്ല, ഒരുപാട് സാധനത്തിൽ കാണാൻ പറ്റും. സിമെട്രി അല്ലാതെ ഒരുപാട് ഡിസൈനുകൾ ഉണ്ടാവും. നിങ്ങൾ നോക്കി, ഈ ഫേൺ നിങ്ങളെല്ലാം വഴിയിൽ കാണുന്ന സാധനം തന്നെയാണ്. അതിൻ്റെ ഓരോ സിമെട്രി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സെൻട്രൽ വരക്ക് അപ്പുറവും ഇപ്പുറവും സാധനങ്ങളെ എക്യൂഡിസ്റ്റൻ്റായി വെക്കുന്നതിനാണ് നമ്മൾ സിമെട്രി പറയാം. കൃത്യമായൊരു സിമെട്രി നിങ്ങൾക്ക് ഈ ഇല വെച്ചതിൽ ഇതിൻ്റെ ഓരോ സ്ഥലത്തും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു സിമെട്രി പോസിബിൾ ആകണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഡിസൈൻ പോസിബിൾ ആകണമെങ്കിൽ, കുറച്ചും കൂടി ഒബ്ജക്റ്റീവായി പറഞ്ഞാൽ സിമെട്രി പോസിബിൾ ആണെങ്കിൽ അതിൻ്റെ ഭാഗമാകുന്ന ഘടകങ്ങൾ തമ്മിൽ ഏതോ അർത്ഥത്തിലുള്ള ഒരു പാരസ്പര്യമുണ്ട് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ലാതെ ഒരിക്കലും തന്നെ സിമെട്രി പോസിബിൾ ആവില്ല. ഇപ്പോൾ ഒരു ഇല എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത് കോശമാണ്. ഇലയാണെങ്കിലും പൂവാണെങ്കിലും ഒക്കെ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത് കോശങ്ങളാണ്. ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് ജസ്റ്റ് വെറുതെ എങ്ങനെ വന്നിട്ട് പറഞ്ഞു, നിങ്ങളെല്ലാവരും നാളെ 12 മണിക്ക് MSB ഗ്രൗണ്ടിലെത്തണം എന്ന് ഞാൻ വെറുതെ പറഞ്ഞു. ഇങ്ങനെ ഞാൻ 12 മണിക്ക് വന്ന് നോക്കി, അല്ലെങ്കിൽ ഞാൻ കുറേ ആളുകൾക്ക് മെസ്സേജ് അയച്ചു, നിങ്ങളെല്ലാവരും നാളെ 12 മണിക്ക് മലപ്പുറം MSB ഗ്രൗണ്ടിൽ വരണം കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ 12 മണിക്ക് പോകുന്ന സമയത്ത് അവിടെ കാണുന്ന കാഴ്ച എന്തായിരിക്കും? കുറേ ആളുകളുണ്ടായിരിക്കും. ചില ആളുകൾ ചോറ് വയ്ക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ചായ കുടിക്കുന്നുണ്ടായിരിക്കും, ചില ആളുകൾ വർത്തമാനം പറയുന്നുണ്ടായിരിക്കും, അവിടെ കുറേ ആൾക്കാരുണ്ടാവും, ഇവിടെ കുറേ ആൾക്കാരുണ്ടാവും. കാരണം അത്ര ഇൻസ്ട്രക്ഷനെ ഞാൻ കൊടുത്തിട്ടുള്ളൂ. MSB ഗ്രൗണ്ട് എന്നുള്ളൊരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്, 12 എന്നുള്ള ഇൻസ്ട്രക്ഷൻ ഉണ്ട്, നിങ്ങൾ വരണം എന്നുള്ള ഇൻസ്ട്രക്ഷൻ ഉണ്ട്, അത് അവിടെ മാനിഫെസ്റ്റ് ചെയ്യും. പക്ഷേ ഞാൻ പോയപ്പോൾ അവിടെ ഞാൻ കാണുന്നത് എന്താണെന്നറിയോ? ആളുകളൊക്കെ വരിയായി നിൽക്കുന്നു. ആദ്യത്തെ വരിയിൽ 3 പേർ, രണ്ടാമത്തെ വരിയിൽ അപ്പുറം 4 പേർ, അടുത്ത വരിയിൽ 5, 6. കൃത്യമായൊരു ഓർഡറും പാറ്റേണും ഇക്യൂഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സിമെട്രിയും അവിടെ കാണുന്നുണ്ട് എങ്കിൽ അത് 2 രീതിയിൽ മാത്രമേ സംഭവിക്കുള്ളൂ. ഒന്നുകിൽ അവിടെ വന്ന ആൾക്കാരെല്ലാവരും കൂടി മീറ്റിംഗ് കൂടി നമ്മൾ ഇങ്ങനെയൊക്കെ നിൽക്കാം എന്നുള്ളൊരു ധാരണ അവരിലുണ്ടായി. അവർ തമ്മിലുള്ളൊരു പാരസ്പര്യത്തെയാണ് ആ ഷേപ്പ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഏതോ അർത്ഥത്തിലുള്ളൊരു പാരസ്പര്യമുണ്ട്. അതല്ല എങ്കിൽ ഈ വന്ന ആളുകൾക്ക് ഒരു എക്സ്റ്റേണൽ ഏജൻറ്റ് നിർദ്ദേശം കൊടുക്കണം, നിങ്ങൾ ഇങ്ങനെയൊക്കെ നിൽക്കണം എന്നുള്ള ഒരു നിർദ്ദേശമുണ്ട് എങ്കിൽ ഈ പറഞ്ഞ പാറ്റേൺ, ഈ പറഞ്ഞ സിമെട്രി അവിടെ പോസിബിളാണ്. ഇതല്ലാതെ ഇങ്ങനെ ഒരു നിർദ്ദേശമില്ലാതെ സാധാരണഗതിയിൽ കോടിക്കണക്കിന് നമ്മൾ വിട്ടുട്ടോ, സാധാരണഗതിയിൽ ഇങ്ങനത്തെ ഒരു പാറ്റേൺ ഉണ്ടാവില്ല. വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഹഫസാഡ് സൈറ്റ് അവിടെ ഇവിടെയൊക്കെയുള്ള ആളുകളെ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ ഒരു പാരസ്പര്യം നമുക്ക് കാണുന്നുണ്ട് എങ്കിൽ, ഈ പറഞ്ഞ 2 പോസിബിലിറ്റിയാണ് ഉള്ളത് എങ്കിൽ, ഈ ഇലയിലെ കോശങ്ങൾ എന്തായാലും പരസ്പരം മീറ്റിംഗ് കൂടിയിട്ടായി. ഞാൻ നേരത്തെ പറഞ്ഞ സിമെട്രിയുടെ പെർഫെക്ഷൻ്റെ നിർദ്ദേശത്തിൻ്റെ ലാംഗ്വേജ് എന്തും ആവാം. ചിലപ്പോൾ അത് വാട്സപ്പിലായിരിക്കും, ചിലപ്പോൾ അവിടെ അങ്ങനെ ചെയർ ഇട്ടിട്ടുണ്ടാവും, ചിലപ്പോൾ എന്തെങ്കിലും മാർക്ക് ഇട്ടതായിരിക്കും. ഇങ്ങനെ ഏതോ അർത്ഥത്തിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെട്ടു. അതിങ്ങനെ വായ കൊണ്ട് പറഞ്ഞു അല്ലെങ്കിൽ എഴുതി കൊടുത്തു എന്ന് മാത്രമല്ല, ഏതോ അർത്ഥത്തിൽ അവർക്കൊരു നിർദ്ദേശം ഇങ്ങനെയൊക്കെ നിൽക്കണം എന്നുള്ള ലെവലിൽ കിട്ടി. ഇതാണ് അതിൻ്റെ ഉദ്ദേശം.
അപ്പോൾ ഇവിടെ ഈ ഇലകളുടെ കോശങ്ങൾ എന്തായാലും പരസ്പരം മീറ്റിംഗ് കൂടി തീരുമാനിച്ചിട്ട് നീ അവിടെ നിൽക്ക് ഞാനിവിടെ നിൽക്കുക എന്ന് തീരുമാനിക്കും എന്ന് ആരും സാധാരണ പറയാറില്ല. പിന്നെയും ഇവർ തമ്മിലൊരു പാരസ്പര്യമുണ്ട് എങ്കിൽ ഈ ഇലകളെ പരസ്പരം കണക്ട് ചെയ്യുന്ന ഏതോ ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ബീയിങ് ഇതിൻ്റെ പിന്നിലുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഷ ഒരുപക്ഷെ ജീനായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്ഥലത്ത് വേറെന്തോ ആയിരിക്കാം. പക്ഷെ അങ്ങനത്തെ ഒരു സ്വത്തും അങ്ങനത്തെ ഒരു എക്സിസ്റ്റൻസ് ഇതിൻ്റെ പിന്നിൽ പണിയെടുത്തിട്ടുണ്ട് എന്ന് സാധാരണഗതിയിൽ ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊന്നിലല്ല, ഒരുപാട് ഉദാഹരണങ്ങൾ നിങ്ങളതിൻ്റെ ഓരോ സൂക്ഷ്മമായിട്ട് നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ നിങ്ങൾ കാണുന്ന പൂവിൽ, ആ പൂവിൻ്റെ പെറ്റലുകൾ അറേഞ്ച് ചെയ്തതിൽ, അതിൻ്റെ ചെറിയ ചെറിയ സൂക്ഷ്മമായ സൈഡുകളിൽ പോലും ഭയങ്കരമായ ബ്യൂട്ടിയും പെർഫെക്ഷനും അള്ളാഹു ഒളിപ്പിച്ചതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓരോന്നിലേക്കും ഞാൻ കടക്കുന്നില്ല, ഞാൻ സ്പീഡിൽ അടിച്ചു വിടുകയാണ്. ഇത് ചില്ലറ ചെറിയ ചെറിയ കാര്യങ്ങളല്ല. നിങ്ങൾ കാണുന്ന ഓലയിൽ, നിങ്ങളുടെ വീട്ടിലെ കർമൂസക്കായിൻ്റെ ഇലയിൽ, നിങ്ങളുടെ അപ്പുറത്തുള്ള ചെമ്പരത്തിയിൽ, കപ്പേൻ്റെ ഇലയിൽ, പുളീൻ്റെ ഇലയിൽ കൊമ്പിലല്ല പുളി ഇല അറേഞ്ച് ചെയ്തതിൽ, എല്ലാത്തിലും ഇങ്ങനത്തെ ഒരു പെർഫെക്ഷനും പാറ്റേണും ഒക്കെ നമുക്ക് എല്ലാത്തിലും ഞാൻ പറയുന്നത് കാണാൻ കഴിയും. എങ്കിൽ ഇതിൻ്റെ പിന്നിൽ ഒരു ഡിസൈനർ ഉണ്ടാവണ്ടേ? ഒരു ഡിസൈനറുടെ അനിവാര്യത ഈ സാധനങ്ങളൊക്കെ നമ്മോട് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ലേ? നിങ്ങൾ ഓരോ സാധനങ്ങൾ, ഞാൻ ഓരോന്നിലേക്ക് പോകാൻ സമയം അനുവദിക്കുന്നില്ല. സാധാരണ വഴിയിൽ കാണുന്ന പുല്ലുകളും ഒക്കെയാണ് ഈ കാണുന്നത്. നിങ്ങൾ നോക്കൂ, അതിൻ്റെ ഷേപ്പ്, അതിൻ്റെ സിമ്മട്രി, അതിലുള്ള അടങ്ങിയിട്ടുള്ള ഒരു ആന്തരികമായിട്ടുള്ള ഒരു സൗന്ദര്യം, ഇതൊക്കെയും ഇത് ആകസ്മികമായി സംഭവിച്ചതല്ല. ഇതിൻ്റെ പിന്നിൽ ഒരു ഡിസൈനറുടെ കരവിരുതുണ്ട് എന്ന് നിങ്ങളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. എന്താ സാധനം? യെസ്, നിങ്ങൾ നോക്കൂ, അങ്ങനത്തെ ഒരു ഡിസൈനാണ് ഈ വെള്ള പേപ്പറിലുള്ള. ഇതെന്താ കാണുന്നത്? ഒരു വൈറ്റ് പേപ്പർ, അതിൽ കുറേ ആ വരകൾക്കൊരു പ്രത്യേകത ഉണ്ട്. അതെല്ലാം നല്ല ഒരു പ്രത്യേക പാറ്റേണിൽ ഇക്യൂ ഡിസ്റ്റൻ്റ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത്, അല്ലേ? കൃത്യമായ ദൂരത്തോട് കൂടിയിട്ടാണ് അതെല്ലാം വരക്കപ്പെട്ടിട്ടുള്ളത്. ഇത് നേരത്തെ പറഞ്ഞ മാതിരി ഞാൻ ഓമശ്ശേരിയിൽ നിന്ന് രാവിലെ വരുന്ന സമയത്ത് പോക്കറ്റിൽ ഇന്നലെ വാടുന്നിട്ടൊരു പേപ്പർ ഉണ്ടായിരുന്നു, പെന്നിൻ്റെ മൂടിയിടാൻ മറന്നുപോയി. ഞാനിവിടെ എത്തിയപ്പോഴത്തിന് എൻ്റെ പോക്കറ്റിലുണ്ടായിരുന്ന പെൻ ഇങ്ങനെയൊക്കെ വരച്ച് ഇങ്ങനെ ഒരു സാധനമായി എന്ന് ഞാൻ പറയുമോ? അല്ല, കോടിക്കണക്കിന് സാധ്യതകളിൽ ഒരു സാധ്യത എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുമോ? ഇല്ല. കാരണം അത്രയും മാത്തമാറ്റിക്കൽ ആക്യുറസി അതിൻ്റെ പിന്നിലുണ്ട് എങ്കിൽ അത് സ്കെയിലൊക്കെ വെച്ച് ബോധപൂർവം ബുദ്ധിയുള്ളൊരു മനുഷ്യൻ വരച്ചാൽ മാത്രമേ. അതാണ് സാധാരണഗതിയിൽ മനുഷ്യരുടെ യുക്തി. പക്ഷെ നിങ്ങൾ നോക്കൂ, ഇതേ സാധനം നിങ്ങളുടെ വീട്ടിലുള്ള വാഴയുടെ ഇലയിലുണ്ട്. പക്ഷെ അത് ആകസ്മികമായി സംഭവിച്ചു എന്ന് പറയുന്നവൻ യുക്തിവാദിയും ബുദ്ധിവാദിയും. നിങ്ങൾ നോക്കൂ, ഓരോ ജീവജാലങ്ങൾ, അതിലുള്ള ചെറിയ വരകൾ, ഈ വരകൾ നിങ്ങൾക്ക് പല സ്ഥലങ്ങളിലായിട്ട് കാണാൻ കഴിയും. ബ്ലോഗിംഗ് തിയോളജി എന്ന് പറയുന്ന ഈ ചാനൽ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഞാൻ അത് അടക്കം സ്ക്രീൻഷോട്ട് എടുത്തത്. ബ്ലോഗിംഗ് തിയോളജി എഴുതാനുള്ള ആൾ, ഇദ്ദേഹം ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ പോസ്റ്റ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. നല്ല ബ്യൂട്ടിഫുൾ ഡിസൈനുകളുള്ള പടച്ചവൻ്റെ സൃഷ്ടിപ്പ്, അതിനെപ്പറ്റി ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രചോദനം നൽകുന്ന ഒരു ചാനലാണത്. സബ്സ്ക്രൈബ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. നിങ്ങൾ നോക്കി, ഈ ആമയുടെ പുറത്തുള്ള ഈ തോല്, അതിലെ ഓരോ വരയും കൃത്യതയോട് കൂടിയിട്ടാണ്. അതെങ്ങനെയോ സംഭവിച്ച വരകളല്ല. അതിൻ്റെ വലതുഭാഗത്തുള്ള അതേ പാറ്റേണിലും കൃത്യമായ സിമ്മട്രിയിലുമാണ് ആ തോടിൻ്റെ ബാക്കിയെല്ലാ കംപ്ലീഷനും നടന്നിട്ടുള്ളത്. ആ നേരത്തെ എൻ്റെ പേപ്പറിൽ വീണ വര, കേവലമായ 4 വര ആകസ്മികമാണ് എന്ന് നിങ്ങൾക്ക് സമ്മതിക്കാൻ സാധിക്കുന്നില്ല. പക്ഷേ ജീനുകൾ ഡീകോഡ് ചെയ്തിട്ട് ഈ ആമയുടെ പുറത്തു വന്ന മനോഹരമായ ഈ വരകൾ ആകസ്മികമെന്ന് വിശ്വസിക്കുന്നതിന് യാതൊരു മടിയും നിങ്ങൾക്കില്ല എങ്കിൽ എവിടെയോ ഒരു പ്രശ്നമുണ്ട്. ഓരോ സാധനങ്ങളും ഞാൻ ഓരോന്നിലേക്കായിട്ട് പോകുന്നില്ല. ഇതെന്താ സാധനം? സൂര്യകാന്തിൻ്റെ പെറ്റൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഭയങ്കരമായ മാത്തമാറ്റിക്കൽ ആക്യുറസിയിലാണ്. നിങ്ങളത് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാകാൻ കഴിയും. കൃത്യമായൊരു പാറ്റേൺ അത് ഫോളോ ചെയ്തിട്ടുണ്ട്. നോക്കൂ, കൃത്യമായൊരു പാറ്റേൺ. ഗോൾഡൻ റേഷ്യോ എന്ന് പറയുന്നൊരു മാത്തമാറ്റിക്കൽ റൂൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളതൊക്കെ നമ്മളൊരു പ്രസംഗത്തിൽ കേട്ടിട്ടുണ്ട്. കൃത്യമായൊരു, ഇതെങ്ങനെയൊക്കെയോ ഹാഫസാഡസ് ആയിട്ടല്ല കിടക്കുന്നത്. കൃത്യമായൊരു പാറ്റേണും പെർഫെക്ഷനും അതിൻ്റെ സൂക്ഷ്മമായ പെറ്റലുകൾ അറേഞ്ച് ചെയ്തതിൽ പോലും ഉണ്ട് എങ്കിൽ അതിൻ്റെ പിന്നിലൊരു മുസവ്വിറുണ്ട് എന്നാണ് അത് നിങ്ങളോട് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഖുർആനിൽ അല്ലാഹു തആല സൂറത്തുൽ കാഫിൽ പറയുന്നുണ്ട്, ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനത്തൽ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല. ഭൂമിയിലുള്ളതൊക്കെയും നാം ഭൂമിക്കൊരു അലങ്കാരമാക്കിയിട്ടുണ്ട്, സൗന്ദര്യമാക്കിയിട്ടുണ്ട്.
എന്താ കാരണം എന്നറിയോ? ലിനബുലുവഹും അയ്യുഹും അഹ്സനു അമല. പരാഗണം നടക്കുക എന്നുള്ളത് സൗന്ദര്യത്തിൻ്റെ ഒരു ഉദ്ദേശമാണ്. പക്ഷെ അടിസ്ഥാന ഉദ്ദേശം എന്താണെന്നറിയോ? അടിസ്ഥാന ഉദ്ദേശം നിങ്ങളെ പരീക്ഷിക്കുക എന്നുള്ളതാണ്. ഹ്യൂമൻ ട്രയലാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നതിൽ വെച്ച്, മനുഷ്യൻ്റെ പരീക്ഷണമാണ് ഇന്ന് ഈ വലിയ പ്രപഞ്ചത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും സുപ്രധാനമായ ഇവൻ്റ്. ഹ്യൂമൻ ട്രയലാണ്. നിങ്ങളിൽ ആരാണ് ഇഹ്സാനോട് കൂടിയിട്ട് പണിയെടുക്കുന്നത് എന്ന് അള്ളാഹു പരീക്ഷിച്ചറിയാൻ വേണ്ടിയിട്ടാണ് സൂര്യകാന്തിയുടെ പെറ്റലിന് ആ അറേഞ്ച്മെൻറ്റ് വന്നത്. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പുല്ലിൽ ഡിസൈൻ വന്നത്. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പൂമ്പാറ്റയ്ക്ക് മനോഹാരിത ഉണ്ടായത്. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മയിൽപ്പീലിക്ക് സൗന്ദര്യം ഉണ്ടായത്. നോക്കൂ, നിങ്ങൾ നടന്നു പോകുന്ന വഴിയിലെ പുല്ലിലും പൂവിലും പൂമ്പാറ്റയിലും നിങ്ങളൊരു അള്ളാഹുവിനെ കാണുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളിൽ ഇഹ്സാൻ വരും. കാരണം ഇഹ്സാൻ എന്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം. അൽ ഇഹ്സാനു അൻ തഅ്ബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. നീ അള്ളാഹുവിനെ കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്യലാണ്. നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നീ എല്ലാത്തിലും അള്ളാഹുവിനെ കാണുന്ന ഒരു സംസ്കാരം സ്വാംശീകരിച്ചാൽ നിന്റെ ഇബാദത്തിൽ, നിന്റെ നമസ്കാരത്തിൽ, നിന്റെ നോമ്പിൽ, നിന്റെ പ്രാർത്ഥനയിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ അള്ളാഹുവിനെ കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്യാനുള്ള സംസ്കാരത്തിലേക്ക് നിന്നെ വളർത്തിയെടുക്കാൻ ഈ ഒരു രീതി ഉപകരിക്കും. അതുകൊണ്ട് ഇതൊരു ശീലമാക്കി മാറ്റുക. വെറുതെ നടന്നു പോകുന്ന സമയത്ത് നിങ്ങൾ ചുമരിൽ കാണുന്ന ഒരു മുക്കുറ്റി പൂവിനെ വെറുതെ നിങ്ങളുടെ മൊബൈലിൽ ഒരു ഫോട്ടോ എടുത്തിട്ടൊന്ന് സൂം ചെയ്ത് നോക്ക്. അതിൻ്റെ ഉള്ളിൽ വലിയൊരു സൗന്ദര്യത്തെ ആ പെറ്റലുകൾ അറേഞ്ച് ചെയ്തത് ആകസ്മികമായിട്ടല്ല എന്ന് സ്വയം വിളിച്ച് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓരോ സാധനങ്ങൾ, ഞാൻ ഓരോന്നിലേക്ക് പോകുന്നില്ല. ഇതെന്താ സാധനം എന്ന് പറയുന്നതിൻ്റെ മുമ്പ് ഇതിലുള്ള പെർഫെക്ഷൻ ജസ്റ്റ് ഒന്ന് നോക്കൂ. ഈ കൃത്യമായിട്ടുള്ള ഒരു ഡിസ്റ്റൻസും അതുപോലെ തന്നെ ഓരോ സാധനങ്ങൾ അറേഞ്ച് ചെയ്തതിൽ ഒരു കൃത്യതയും പാറ്റേണും നമുക്ക് കാണാൻ കഴിയും. എന്താ സാധനം? സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് സ്കിപ്പ് ചെയ്ത് പോകും. എന്തെങ്കിലും ഗസ്സുകളുണ്ടോ? മുമ്പ് ഈ പരിപാടി പങ്കെടുത്തവർക്ക് അറിയുന്നുണ്ടാവും. ഏകദേശം അടുത്ത്. ചൂട് തണുപ്പെന്ന് പറയുന്നതിൽ ചൂടാണോ തണുപ്പാണ്? ഏകദേശം അടുത്ത്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്യാണ്. നിങ്ങളുടെ എല്ലാ ഊഹങ്ങളും നിങ്ങളുടെ മനസ്സിലുണ്ടാവട്ടെ. അല്ലാഹു തആല സൂറത്തുൽ ബഖറയിൽ പറയുന്നുണ്ട്, ഇന്നല്ലാഹ ലാ യസ്തഹി അൻ യദ്രിബ മസലൻ മാ ബഅൂദതൻ ഫമാ ഫൗഖഹ. കൊതുകിനെ ഉദാഹരിക്കാൻ, അതിനേക്കാൾ ചെറുതിനെ ഉദാഹരിക്കാൻ അള്ളാഹു മടിക്കുന്നില്ല. നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി. മോസ്കിറ്റോ ഫുഡ് മാഗ്നിഫൈഡ് എന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ കൊതുകിൻ്റെ കാല് മൈക്രോസ്കോപ്പിൽ വലുതാക്കിയ ചിത്രമാണ് നിങ്ങൾ നേരത്തെ കണ്ടത്. നോക്കൂ, കൊതുകിൻ്റെ കാലിൻ്റെ പെർഫെക്ഷൻ നോക്കൂ. അതുപോലും ആകസ്മികമല്ല എന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് അതിൻ്റെ പിന്നിലുള്ള ഒരു അള്ളാഹുവിനെ, ഒരു മുസവ്വിറിനെ, ഒരു ഡിസൈനറിനെ നിങ്ങളോട് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അള്ളാഹ്ക്ക് പറഞ്ഞൂടെ, കൊതുകിനെ പോലും ഉദാഹരിക്കുന്നതിന് അള്ളാഹു മടിക്കുന്നില്ല എന്നുള്ളത്. ഇതെന്താ സാധനം? ഇനി ഗസ്. ടൈം ഭയങ്കര പ്രശ്നമാണ്. ഗസ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ജസ്റ്റ് ഞാൻ ഓരോ കാര്യങ്ങൾ കാണാം. നമ്മൾ നേരത്തെ എൻ്റെ പേപ്പറിൽ വരച്ച വരയുണ്ടല്ലോ, അതുപോലത്തെ കൃത്യമായ ഇക്വിഡിസ്റ്റൻ്റ് വരകൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ലേ? പിങ്ക് വരകൾ ഇവിടെയും കാണാൻ പറ്റും. ഇവിടെയും അതുപോലത്തെ വരകൾ കാണാൻ പറ്റും. നല്ല പെർഫെക്ഷനിൽ, കൃത്യമായ അകൽച്ചയോട് കൂടിയിട്ട് കൃത്യമായ പാറ്റേൺ ഫോളോ ചെയ്തുകൊണ്ടുള്ള വരകൾ ഈ സാധനത്തിൽ കാണാൻ പറ്റും. ഇവിടെ വേറൊരു പാറ്റേൺ കാണുന്നുണ്ട്. എന്താ സാധനം? യെസ്, കറക്റ്റ്. ആരാ പറഞ്ഞത്? വണ്ടർഫുൾ. ഇത് പൂഴി മാഗ്നിഫൈ ചെയ്തതാ. സാൻഡ് എനിക്ക് വിശ്വസിക്കാൻ തോന്നുന്നില്ല അല്ലേ? എനിക്കും വിശ്വസിക്കാൻ തോന്നുന്നില്ല. യു ജസ്റ്റ് ഗൂഗിൾ എടുത്തിട്ട് ജസ്റ്റ് അടിച്ചു നോക്ക്, സാൻഡ് മാഗ്നിഫൈഡ് വ്യൂ എന്ന് അടിച്ചു നോക്കും. നിങ്ങൾ അടിച്ചു നോക്കിയാൽ എനിക്ക് കാണാൻ പറ്റും. സാൻഡ് മാഗ്നിഫൈ ചെയ്തിട്ടുള്ള വ്യൂ ആണ് നിങ്ങൾ മൈക്രോസ്കോപ്പിൽ മാഗ്നിഫൈ ചെയ്തിട്ടുള്ള വ്യൂ ആണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. നമ്മളെല്ലാം കഥ പഠിച്ചിട്ടുണ്ട്, സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. എന്തെന്ന്? എങ്ങനെയോ പൊട്ടി വന്ന സെലസ്റ്റിയൽ ബോഡി അന്ന് ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷെ അതൊക്കെ അൺഗൈഡഡ് ആണ് എന്ന് പറയുന്നിടത്ത് നമുക്ക് ചോദ്യങ്ങൾ ഉന്നയിക്കാനുണ്ട്. എങ്ങനെയോ പൊട്ടി വന്ന സെലസ്റ്റിയൽ ബോഡി ഭൂമി, അവിടെ ഏതൊക്കെയോ കെമിക്കൽ പദാർത്ഥങ്ങൾ കൊണ്ട് മഴ വന്നു, എങ്ങനെയൊക്കെയോ ഭൂകമ്പമുണ്ടായി, ആകസ്മികമായി പാറ പൊളിഞ്ഞു, പൊടിഞ്ഞു, മണ്ണായി, അങ്ങനെ അവിചാരിതമായി ആകസ്മികമായി സംഭവിച്ച
മൺതരിയിൽ, പൂഴിയിൽ നിങ്ങൾക്ക് മൈക്രോ പെർഫെക്ഷനിൽ വരകളും ഡിസൈനുകളും കാണാൻ കഴിയുന്നുവെങ്കിൽ ബാക്കി നിങ്ങൾ എടുക്കുക. ഇതെന്താ? ഏകദേശം അടുത്തെത്തി. യെസ്, കറക്റ്റ്. ആര് പറഞ്ഞല്ലോ? ആര് പറഞ്ഞു? ഇതെന്താണെന്ന് പറഞ്ഞതിനേക്കാളും അതിൻ്റെ ഒരു ഡിസൈൻ നിങ്ങൾ കണ്ടില്ലേ? കൃത്യമായിട്ടൊരു മനുഷ്യനിരുന്ന് മെഷർ ചെയ്ത് പേപ്പറും പെന്നും എടുത്ത് വരച്ചതുപോലെയല്ലേ? അല്ലേ? അങ്ങനെയല്ലേ? കൃത്യമായ ഒരു പെർഫെക്റ്റ് ഡിസൈൻ കാണുന്നില്ലേ? ഭയങ്കര ആക്യുറസിയിൽ മാത്തമാറ്റിക്കൽ സാധനത. സ്നോ ഫ്ലേക്സ്, മഞ്ഞുകണങ്ങളെ മൈക്രോസ്കോപ്പിൽ നോക്കിയാൽ കാണുന്ന ചിത്രമാണിത്. നിങ്ങൾ നോക്കൂ, ഒരു മൺതരിയും മഞ്ഞുതുള്ളിയും പോലും നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എൻ്റെ പിന്നിൽ ഒരു ഡിസൈനറുണ്ട്, ഒരു മുസവ്വിറുണ്ട്, ഒരു ഖാലിഖുണ്ട്, ഒരു അള്ളാഹുണ്ട് എന്ന് ഇവിടുത്തെ സൂക്ഷ്മമായ കണങ്ങൾ പോലും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് ഓരോന്ന് കാണുമ്പോഴും നമ്മൾ പറയുന്ന ഒരു സുബ്ഹാനല്ലാഹ് ഉണ്ടല്ലോ, ഉള്ളിന്നിങ്ങനെ വരണേ, ആ സുബ്ഹാനല്ലാഹയാണ് ഈ ക്ലാസിൻ്റെ റിസൾട്ട്. അതുണ്ടാവണം. ആ പ്രാർത്ഥന നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവാം. നേരത്തെ ഈ ചോദ്യം ശരിക്കും പറഞ്ഞാൽ നേരത്തെ ഒരാൾ ചോദിച്ചു, ഇങ്ങനെ ഡിസൈൻ സാധനങ്ങളൊക്കെ വരുന്ന സമയത്ത് കോമൺ ആയിട്ട് ചോദിക്കുന്ന ചോദ്യം എന്തത്? അപ്പോൾ പിന്നെ ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ പടച്ചോനെ എങ്ങനെ ഉണ്ടായി? അല്ല, ഇതൊക്കെ ഉണ്ടാക്കിയത് ഓക്കെ, ശരി, ഇത് ഭയങ്കര സംഭവമാണ്, പെർഫെക്ഷനാണ്, ഓക്കെയാണ്, അടിപൊളിയാണ്. അങ്ങനെയാണെങ്കിൽ ആ പടച്ചോൻ അതിനേക്കാളും അടിപൊളിയല്ലേ? അത്ര അടിപൊളിയായ പടച്ചോൻ വെറുതെ ഉണ്ടാവുമോ? ഈ ചോദ്യങ്ങൾ കേട്ടിട്ടില്ല? ദെൻ ഹൂ ക്രിയേറ്റഡ് ദിസ് ഗോഡ്? ഇത് കേട്ടിട്ടില്ലേ? ഇത് കോമൺ ക്വസ്റ്റ്യൻ ആണ്, എല്ലാവരും ചോദിക്കുന്ന ഈ ചോദ്യം എന്നുള്ള നിലക്ക് ആ ചോദ്യം പ്രസക്തവുമാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലത്തെ ഒരു നിർബന്ധിതാവസ്ഥ അതിൻ്റെ ഉത്തരത്തിലുണ്ട്. ഒരു ഉദാഹരണത്തിന്, സ്ലൈഡ് കുറച്ച് കൺജസ്റ്റഡ് ആണ്. ഈ പ്രപഞ്ചം ഇവിടെ ഉണ്ട്, ഈ സാധനങ്ങളൊക്കെ അടിപൊളിയാണ്, ഈ ഡിസൈനുകളൊക്കെ സൂപ്പറാണ് എന്ന് നമ്മൾ അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യം ഞാനും നിങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു വസ്തുതയായി കഴിഞ്ഞു. ഇനി നമുക്കിതിനെ വിശദീകരിച്ചേ തീരൂ. ഇതില്ലായിരുന്നുവെങ്കിൽ എന്തോ ആയിക്കോട്ടെ എന്ന് വെക്കായിരുന്നു, അപ്പം നമ്മളും ഉണ്ടാവില്ല, വേറെ വിഷയം. പക്ഷെ ഇതുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമായിരിക്കെ ഇതെങ്ങനെയെന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടൽ മസ്റ്റാണ്. ഇതിന് 4 സാധ്യത, ഇതിൽ 3 സാധ്യതകൾ ഖുർആൻ തന്നെയും നമുക്ക് പരിചയപ്പെടുത്തിയിട്ട് അത് 3 അല്ല എന്ന് ഖുർആൻ തന്നെയും സൂറത്ത് തൂറിൽ സ്ഥാപിക്കുന്നുണ്ട് ഏകദേശം ഈ ഒരു ആശയത്തെ. നിങ്ങൾ നോക്കൂ, ഇവിടെ ഉണ്ട് എങ്കിൽ എങ്ങനെ വന്നതായിരിക്കാം? ഇല്ലായ്മയിൽ നിന്ന് സ്വന്തമായിട്ട്, സ്പോണ്ടേനിയസ്, യൂണിവേഴ്സ് സ്പോണ്ടേനിയസ്ലി ഫോംഡ് ഫ്രം നത്തിങ്, അബ്സല്യൂട്ട് നത്തിങ്നെസ്സിൽ നിന്ന്. നമ്മൾ ആദ്യത്തെ കോസ്മോളജിക്കൽ ആർഗ്യുമെന്റ് പറഞ്ഞാൽ നടക്കില്ല. 0 എന്ന് പറയുന്നത് 0 ആവുള്ളൂ. ഒരിക്കലും തന്നെ വേറെന്തോ ആവണമെന്നുണ്ടെങ്കിൽ വേറെന്തോ ഒരു ഇൻവോൾവ്മെൻറ്റ് വരണം. രണ്ടാമത്തെ എന്താ? ഈ പ്രപഞ്ചത്തിനെ തന്നെ സൃഷ്ടിച്ചു, സ്വയം സൃഷ്ടിക്കപ്പെട്ടു. അത് എന്തുപോലെയാണ്? എൻ്റെ ഉമ്മയെ തന്നെ പ്രസവിച്ചു. ഉമ്മ കുട്ടീനല്ലേ പ്രസവിക്കുക? ഉമ്മക്ക് എങ്ങനെ ഉമ്മനെ പ്രസവിക്കാൻ പറ്റുമോ? ഉമ്മ സ്വയം പ്രസവിക്കുമോ? ഞാൻ സ്വയം എന്നെ തന്നെ അങ്ങനെ ഉണ്ടാവില്ലല്ലോ. ഉമ്മ മകനെയാണ് പ്രസവിക്കുക, അത് അടുത്ത മകനെയാണ് പ്രസവിക്കുക, അങ്ങനെയല്ലേ പറ്റുള്ളൂ. പ്രപഞ്ചം സ്വയം ഉണ്ടായി എന്ന് പറയുന്നത് ഒരു ഉമ്മ അവളെ തന്നെ പ്രസവിച്ചു എന്ന് പറയുന്നത് പോലെ ഇല്ലോജിക്കലാണ്. ഇനി മൂന്നാമത്തെ ഒരു പോസിബിലിറ്റി എന്താ? മൂന്നാമത്തെ ഒരു പോസിബിലിറ്റി, ഈ പ്രപഞ്ചം ഉണ്ടാക്കിയത് മറ്റൊരാളാൽ സൃഷ്ടിക്കപ്പെട്ട വേറൊരാളാണ്. ഒരു ഉദാഹരണത്തിന് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് A1 എന്ന് വിളിക്കുന്നു. ഈ പ്രപഞ്ചമൊക്കെ സൃഷ്ടിച്ചത് A1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അയാളാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്. പക്ഷെ അയാൾ A2വിനാൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. പക്ഷേ A2 എന്തല്ല, സ്വയം ഉള്ളതല്ല. A2 A3 സൃഷ്ടിക്കപ്പെട്ടതാണ്. അതിനേക്കാൾ വലിയ A3 സൃഷ്ടിക്കപ്പെട്ടതാണ്. പക്ഷേ A3 എന്തല്ല, സ്വയം ഉള്ളതല്ല, അൺക്രിയേറ്റഡ് അല്ല. അതൊന്നും, ഇതൊക്കെ വേറൊന്നിനാൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടതാണ്. A3 A4 ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു, A4 A5 ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ള ചെയിൻ പുറകോട്ട് പോയാൽ അതിൻ്റെ അർത്ഥം എന്താ? നമ്മളില്ല. പ്രപഞ്ചം എന്ന് പറയുന്നത് ഇവിടെ ഇല്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം, ഇൻഫിനിറ്റി ആണെങ്കിൽ. പക്ഷെ നമ്മളിവിടെ ഉണ്ട്, ഞാൻ ഉണ്ട്, നിങ്ങളുണ്ട്, ഭൂമിയുണ്ട്, വെളിച്ചമുണ്ട്, ഈ പറഞ്ഞ ഡിസൈനുകളുണ്ട്, ഹാർട്ടുണ്ട്, കണ്ണുണ്ട്, മൂക്കുണ്ട്. ഇതൊരു യാഥാർത്ഥ്യമാണ് എന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരേ ഒരു ഓപ്ഷനുള്ളൂ. അതാണ് വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്നത്. ഈ സാധനത്തെ ഉണ്ടാക്കിയ ഒരു എൻറ്റിറ്റി ഉണ്ട്, അത് അൺക്രിയേറ്റഡ് ആണ്. അങ്ങനെ ഒരു അൺക്രിയേറ്റഡ് ക്രിയേറ്റർ ഇല്ലാതെ, മറ്റൊരാളാൽ സൃഷ്ടിക്കപ്പെട്ട ഒരു സൃഷ്ടാവില്ലാതെ, സ്വയം ലം യലിദ് വലം യൂലദായിട്ടുള്ള ഒരു സ്വത്വമില്ലാതെ ഇതൊരിക്കലും വിശദീകരിക്കാൻ സാധ്യമല്ല.
നമ്മളതിന് ബൗണ്ടഡ് ആണ്. അത് ലോജിക്കൽ നെസസിറ്റിയാണ്, നിർബന്ധിതാവസ്ഥയാണ് അത് അംഗീകരിക്കൽ. ആ ചോദ്യം പ്രസക്തമാണ്, അതൊക്കെ ശരിയാണ്. പക്ഷേ ഒരു അൺക്രിയേറ്റഡ് ക്രിയേറ്റർ ഉണ്ടാവണം, അല്ലെങ്കിൽ ഇതൊന്നും വിശദീകരിക്കാൻ സാധ്യമല്ല. അങ്ങനെ വിശദീകരിക്കാൻ സാധ്യമെങ്കിൽ നിങ്ങൾ വിശദീകരിക്കൂ എന്ന് നമുക്ക് അവരോട് പറയേണ്ടി വരും. അപ്പോൾ അതാണ് ആ പറഞ്ഞ സാധനത്തിൻ്റെ ഉത്തരം. ഇതിൻ്റെ സ്ലൈഡിൻ്റെ അവസാനത്തെ ഭാഗമാണ്. ഇതും കൂടി കഴിഞ്ഞിട്ട് നിർത്തിക്കൂടെ? ഇൻഫർമേഷൻ ഡിസൈൻ ആർഗ്യുമെൻറ്റ്. വാട്ട് ഈസ് ഇൻഫർമേഷൻ? നിങ്ങൾ എന്താ സ്ലൈഡിൽ കാണുന്നത്? എന്താ എന്തെങ്കിലും ഇൻഫർമേഷൻ അത് തരുന്നുണ്ടോ? ചില ഇൻഫർമേഷൻസ് തരുന്നുണ്ട്. അത് ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ആണെന്നുള്ളത് മനസ്സിലാവുന്നില്ലേ? അത് ബ്ലാക്ക് കളറിലാണെന്നുള്ളത് മനസ്സിലാവുന്നില്ലേ? വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലാണെന്ന് മനസ്സിലാവുന്നില്ലേ? എന്തൊക്കെയോ ചില ചെറിയ ഇൻഫർമേഷൻസ് തരുന്നുണ്ട്. പക്ഷേ അത് ഭയങ്കര അഡ്വാൻസ്ഡ് ഇൻഫർമേഷൻ ഒന്നുമല്ല. ലാപ്ടോപ്പ് തുറന്ന് വെച്ചപ്പോൾ നേരത്തെ പറഞ്ഞ വയത്തെ പൂച്ച നടന്നു പോയതുകൊണ്ട് സംഭവിച്ചതാണ് എന്നൊരു മനുഷ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ നമ്മൾ കൊച്ചാക്കേണ്ട ആവശ്യമില്ല. ഉണ്ടോ? കുട്ടീൻ്റെ അടുത്ത് വാട്സപ്പ് തുറന്നു, അല്ലെങ്കിൽ വാട്സപ്പ് ഓണാക്കി മൊബൈൽ പോക്കറ്റിലിട്ടു, ആ സമയത്ത് കിടക്കിട എന്ന് പറഞ്ഞ് സംഭവിച്ചതാണ് എന്ന് ഏതെങ്കിലും ഒരു വ്യക്തി പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതെന്താ? പ്ലേ ഗ്രൗണ്ട്, ബാറ്റ് ബോയ്. നേരത്തെ പോലെയാണത്? കുറച്ച് അഡ്വാൻസ്ഡ് ആണ് അല്ലേ? എന്തൊക്കെയോ ഇംഗ്ലീഷ് അറിയുന്ന ഏതോ ഒരാൾ ടൈപ്പ് ചെയ്തതാണ് എന്ന് നമ്മൾ പറയേണ്ടി വരും. കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബോയ് പ്ലേസ് അറ്റ് ഗ്രൗണ്ട്. നേരത്തേക്കാളും കുറച്ചും കൂടി മീനിങ് വന്നു അല്ലേ ഇപ്പോൾ പറഞ്ഞ സെൻറ്റൻസിന്? അപ്പം നേരത്തെ കുട്ടിയോ ആയിക്കൊള്ളുന്നില്ല, കുറച്ചും കൂടി ഇംഗ്ലീഷിൽ പരിജ്ഞാനമുള്ളൊരു വ്യക്തി ടൈപ്പ് ചെയ്തതാണ് എന്ന് പറയേണ്ടി വരും. ഇത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്. ഹൈ ഗൈസ്, ലെറ്റ്സ് പ്ലേ. ഇതിലൊക്കെ എങ്ങനെയാണെന്ന് അറിയാം, ഇതിൻ്റെ ഒരു അഡ്വാൻസ്മെൻറ്റ് എത്രത്തോളം കോംപ്ലക്സ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ചെറിയ ചേഞ്ച് ഉണ്ടെങ്കിൽ തന്നെ വലിയ അർത്ഥവ്യത്യാസം സംഭവിക്കും. നിങ്ങൾ നോക്കൂ, ഇപ്പുറത്തുള്ള സാധനത്തു നിന്ന് ആകെ വന്ന സംഭവം എന്താണെന്നറിയോ? ഒരു കോമ ഇപ്പുറത്തേക്ക് മാറിയതാണ്. ഒരു സ്പെല്ലിങ്ങിൽ ഒരു കോമ കുറച്ച് ഇപ്പുറത്തേക്ക് മാറി. അപ്പോൾ ആ സെൻറ്റൻസ് മൊത്തം ഒരു ഡിസ്റ്റോർട്ടഡ് ആയി പോയി അല്ലേ? ഹൈ ഗൈസ് ലെറ്റ്സ് പ്ലേ, അതിൻ്റെ മീനിങ്ങേ നഷ്ടപ്പെട്ടു. എന്നുവെച്ചാൽ അത്രയും ഫൈൻ ട്യൂൺഡ് ആയിട്ടാണ് ആ ഇൻഫർമേഷൻ കിടുന്നത്. അതായത് റാൻഡമായിട്ട് സംഭവിക്കാനുള്ള സാധ്യത അത്രയും റെയറാണ് എന്നാണ് ആദ്യം പറഞ്ഞതിന്. റാൻഡമായിട്ട് സംഭവിക്കുക, റാൻഡം എന്ന് പറഞ്ഞാൽ പൂച്ച നടന്നു പോയിട്ട് സംഭവിക്കുക എന്നുള്ള സാധ്യത നമ്മൾ പറഞ്ഞിരുന്നെങ്കിലും ഈ പറഞ്ഞ സാധനം അങ്ങനെ സംഭവിച്ചതാണ് എന്ന് പറയാതിരിക്കാനുള്ള കാരണം അതിൽ ചെറിയ ചേഞ്ചുകൾ പോലും ഇത്രയും വലിയ അബ്രപ്റ്റ് മാറ്റങ്ങൾ ഒരു ഇൻഫർമേഷനിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും അത്രയും വലിയൊരു ഇൻ്റലിജൻസ് ബീയിങ് അതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് ആ കാര്യം നമ്മോട് പറയുന്നത്. നിങ്ങൾ നോക്കൂ, നമ്മൾ നേരത്തെ തന്നെയും ഒരുപാട് തവണ പറഞ്ഞു, നമ്മുടെ എല്ലാ ശരീരത്തിനകത്ത് കോശങ്ങളിൽ ന്യൂക്ലിയസിനകത്ത് ക്രോമസോമുകൾ എന്ന് പറഞ്ഞ സാധനം DNA ഇങ്ങനെ കോഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ബില്യൺ കണക്കിന് ബേസ് പെയറുകൾ വെച്ചിട്ടാണ്. ഈ ഭാഷയുടെ ലെറ്ററിനെ നമ്മൾ ബേസ് എന്നാണ് പറയുക കേട്ടോ. ഇംഗ്ലീഷ് അക്ഷരമാലയിൽ എത്ര ലെറ്റർ ഉണ്ട്? 26. പക്ഷേ GNA അക്ഷരമാലയിൽ എത്ര ലെറ്റർ ഉണ്ട് അറിയോ? DNA അക്ഷരമാലയിൽ എത്ര അക്ഷരങ്ങളുണ്ട്? 4 അക്ഷരങ്ങളാണ് DNA അക്ഷരമാലയുള്ളത്. പിന്നെ RNAയിൽ വേറൊരു സാധനം കൂടി ഉണ്ട്, അതിലേക്കൊന്നും പോകുന്നില്ല. DNA അക്ഷരമാലയിൽ 4 അക്ഷരങ്ങളാണ്. A, T, C, G. അഡിനിൻ, ഗുവാനിൻ, തയമിൻ, സൈറ്റോസിൻ. ഇങ്ങനെ 4 അക്ഷരങ്ങൾ വെച്ചിട്ടാണ് ഈ ഫുൾ കാവ്യവും എഴുതിയിട്ടുണ്ടാക്കിയിട്ടുള്ളത്. 4 അക്ഷരങ്ങൾ. 3 അക്ഷരങ്ങൾക്ക് ചേരുമ്പോഴാണ് ഒരു വാക്കുണ്ടാവുക കേട്ടോ DNA ഭാഷയിൽ. ഇത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും എന്തിനെത്ര പക്ഷെ അള്ളാഹു ഉണ്ടാക്കിയൊരു സാധനമല്ലേ, നിങ്ങളൊക്കെ ഉള്ളിലുള്ളതല്ലേ, ഇത് നിങ്ങളുടെ ശരീരത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ. ഇത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ നിസ്കാരത്തിന് ശേഷം സലാം വീട്ടിയിട്ട് സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്ന സമയത്ത് ഈ ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ അതുവരെ നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് തിരിച്ചറിഞ്ഞതിനേക്കാൾ എത്രയോ അധികം നിങ്ങളുടെ മനസ്സിൽ അള്ളാഹു എന്നൊരു ചിത്രം പതിയും, അള്ളാഹു എന്നുള്ളൊരു ആശയം പതിയും. അതുകൊണ്ട് മാത്രമാണ് ഇത് കുറച്ച് കോംപ്ലക്സ് ആണെങ്കിൽ പോലും പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. നിങ്ങൾ നോക്കൂ, ഈ കോണിപ്പടി പോലെ ഇങ്ങനെ ചുരുട്ടി വെച്ചതാണ് ഈ സാധനം. ഇതൊരു ലെറ്റർ, ഇങ്ങനെയാണിത്. ഇതിങ്ങനെ വെച്ച് തന്നെ ഇതാണ് ഇതിന് ഓരോ ലെറ്ററുകളാണിത്. ഇതിന് ബേസ് എന്നാണ് പറയുക. ഇങ്ങനെ പെയറായിട്ട് അപ്പോഴുണ്ടാവും. അല്ല പറഞ്ഞില്ലേ, എല്ലാ സാധനങ്ങളെയും ഇണകളായിട്ടാണ് സൃഷ്ടിച്ചെന്ന് പറഞ്ഞില്ലേ. എന്ന പോലെ തന്നെയാണ് ഇവിടെയും ഇണകളായിട്ടാണ്. അടിനിൻ്റെ കൂടെ എപ്പോഴും കമ്പനിയായിട്ട് തൈമിനുണ്ടാവും. എയും ടിയും തമ്മിലാണ് ഉണ്ടാവുക. ടി എവിടെ ഉണ്ടോ അവിടെ ഉണ്ടാവും, എവിടെ ഉണ്ടോ അവിടെ ടി ഉണ്ടാവും. ബേസ് പെയറുകൾ എന്നാണ് ഇത് പറയും. ഈ ഒരു സാധനം നിങ്ങൾ ബേസ് പെയർ എന്ന് പറയും. എവിടെയാണോ ഗുവൻ ഉള്ളത് അപ്പുറത്തെ സൈറ്റോസ്. ജി എവിടെ ഉണ്ടോ സി ഉണ്ടാവും, സി ഉണ്ടോ ജി ഉണ്ടാവും. ജീൻ്റെ കപ്പിളാണ് സി. ഇങ്ങനെയാണ് പടച്ചവൻ ഇതിന് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇങ്ങനെ 3 ബേസ് പെയർ ചേർന്നതിനാണ് ഒരു വാക്ക് എന്ന് പറയുക. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല.
പിന്നെ അതിന് പറയുന്ന പേര് വേറെയാണ്. എന്തായാലും ഈ DNA വലിയ നീളമുള്ള സാധനങ്ങൾ പാക്ക് ചെയ്ത് ക്രോമസോമുകളായിട്ട് നിങ്ങളുടെ ഓരോ കോശത്തിനകത്തും നിക്ഷിപ്തമായിട്ട് വെച്ചിട്ടുണ്ട്. ഈ DNA ഒരു കഷ്ണമാണ്, പല നീളത്തിലായിരിക്കും, ഒരു കഷ്ണമാണ് ഒരു ജീനായി മാറുന്നത്. ഒരു ഇൻഫർമേഷൻ ഉണ്ടാവും. അത് പുറത്തേക്ക് ഡീകോഡ് ചെയ്ത് വരുമ്പോഴാണ് നിങ്ങളുടെ ഹൃദയം ഉണ്ടാകുന്നത്, നിങ്ങളുടെ കണ്ണുണ്ടാകുന്നത്. ആ കണ്ണിൻ്റെ എവിടെയാണ് ട്രാൻസ്പാരൻ്റ് ആവണമെന്ന് തീരുമാനിക്കപ്പെട്ടത്, നിങ്ങളുടെ സ്പേമിൻ്റെ അപ്പുറത്ത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ എൻസൈം ഇന്നത് വേണമെന്ന് തീരുമാനിക്കപ്പെട്ടതൊക്കെ ഇതുപോലെ ഈ സൂക്ഷ്മമായ സ്ഥലത്ത് ആ DNA ഭാഷയിൽ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എപ്പം തല നിരക്കണം, ഏത് സമയത്ത് കഷണ്ടി ഉണ്ടാവണം, നിങ്ങളുടെ സ്വഭാവം, നടത്തും, ഭയങ്കര ഈ DNA ഡീകോഡ് ചെയ്യുന്ന മഹാപ്രക്രിയ ഒരു വലിയ സംഭവമാണ്. പക്ഷെ എന്നാലും അതിനെ ലളിതമായ രീതിയിൽ മനസ്സിലാക്കി തരുന്ന ഒരു ചെറിയ വീഡിയോ ആണ്. നിങ്ങൾ ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് കണ്ടത്, ഇത് മാത്രം ഞാൻ 2 തവണ പ്ലേ ചെയ്യും. ഇത് കോശമാണ്. കോശത്തിനകത്തുള്ള വ്യത്യസ്ത സാധനങ്ങളുണ്ട്. നമ്മുടെ ശരീരത്തിലൊക്കെ ഉള്ളതാണ്. അതിൻ്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഭാഗമാണിത്, മർമ്മം. ആ മർമ്മത്തിനകത്ത് ഇങ്ങനെ 46 ക്രോമസോമുള്ള ഒരു ക്രോമസോം മാത്രമാണിത്. ഈ ക്രോമസോമിൻ്റെ ഉള്ളിൽ ടൈറ്റ് പാക്ക് ചെയ്തിട്ട് DNA ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് DNA, ചുരുട്ടി വെച്ചതാണ്. നോക്കൂ, ഇതാണ് ഒരു ബേസ് പെയർ, 2 ലെറ്ററുകൾ. A ആണെങ്കിൽ ഇപ്പുറത്തെ T. അങ്ങനത്തെ ഒരു സെഗ്മെൻ്റാണ് ഒരു ജീനായി മാറുന്നത്. ഇതൊരു പ്രത്യേക സാധനത്തിനെ റെപ്രസെൻ്റ് ചെയ്യും. ഹാർട്ട് അവിടെ വരണം, അല്ലെങ്കിൽ അതിനകത്ത് അറകളുണ്ടാവണം, അതിലെന്ത് സാധനമാണ് വേണ്ടത്, ഇതൊക്കെ പറയുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുകൊണ്ട് കാണാം, എന്നാലേ എനിക്ക് മനസ്സിലാവുണ്ടാവുള്ളൂ. ഈ DNA ഭാഷയെ ഡീകോഡ് ചെയ്യുന്നതാണ് നമ്മളാവുന്നത് ആണ് പറഞ്ഞത്. ഡീകോഡ് ചെയ്യൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ DNA അത് മർമ്മത്തിനകത്താണല്ലോ, അതിന് പ്രോട്ടീൻ കേട്ടില്ലേ? പ്രോട്ടീൻ ഉണ്ടാക്കിയിട്ടുള്ളത് അമിനോ ആസിഡുകൾ വെച്ചിട്ടാണ്. കുറേ അമിനോ ആസിഡുകൾ, 21 അമിനോ ആസിഡ് ഉണ്ട് നമ്മുടെ ശരീരത്തിൽ. ഇത് വെച്ചിട്ടാണ് പ്രോട്ടീൻ ഉണ്ടാക്കൽ. ഈ പ്രോട്ടീൻ ഓരോ ജീനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോട്ടീൻ ആണ് ഇത് ഡീകോഡ് ചെയ്യാൻ വേണ്ടി പ്രോട്ടീൻ ഉണ്ടാക്കുക ചെയ്യുക. എന്താണോ ആ ജീനിൻ്റെ ഭാഷയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള പ്രോട്ടീനുകൾ ഉണ്ടാക്കിയിട്ട് അതിനെ മാനിഫെസ്റ്റ് ചെയ്യുമ്പോഴാണ് ഓരോന്നും സംഭവിക്കുന്നത്. മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും, എന്നാലും മനസ്സിലാകുന്ന ചിലർക്കെങ്കിലും അത് വളരെ ഉപകാരപ്പെടുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്. ജസ്റ്റ് കാണാം ഇൻഷാ അല്ലാഹ്. ക്രോമസോം, DNA ഇങ്ങനെ ഏതാണ്ട് നമ്മൾ 300 crore ബേസ് പെയറുകളാണ് നമ്മുടെ DNA ഭാഷയിൽ. അത്രയും ലെറ്റർ പെയറുകൾ ഉപയോഗിച്ചിട്ടുണ്ട്, 300 കോടി. ഓക്കെ, ഇതാണൊരു ബേസ് പെയർ. ഇനി ഈ സാധനത്തിനെ ഡീകോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട ഒരു പ്രോട്ടീൻ എവിടെ ഉണ്ട്? ഈ പറഞ്ഞ മർമ്മത്തിനകത്തുണ്ട്. എൻ്റെ പേരൊന്നും ഇപ്പോൾ തൽക്കാലം ഓർക്കണ്ട. ഇതിങ്ങനെ വായിക്കും, ഇതിലെന്താ പറയുന്നുള്ളത്. എങ്ങനെ വായിക്കാമെന്നറിയോ? ഈ അക്ഷരങ്ങൾ ഇവിടെ ഇങ്ങനെ കുറേ റാൻഡമായി കിടക്കുന്നുണ്ടായിരിക്കും. ഇവർക്കൊക്കെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അക്ഷരങ്ങളെ തുന്നിച്ചേർത്തിട്ട് A ആണെങ്കിൽ അപ്പുറത്ത് T വെക്കും, G ആണെങ്കിൽ അപ്പുറത്ത് C വെക്കും, C ആണെങ്കിൽ G, ഞാൻ പറഞ്ഞല്ലോ ആ പേരാണ് എപ്പോഴും ഉണ്ടാവുക. A ആണെങ്കിൽ T വരും, G ആണെങ്കിൽ C വരും. ഈ രീതിയിൽ എന്ത് ലെറ്റർ ആണോ അതിനിങ്ങനെ വായിച്ചിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു സാധനം ഇങ്ങനെ എന്ത് ചെയ്യും? അപ്പുറത്ത് തുന്നിച്ചേർത്ത് അതിൻ്റെ ലെറ്റർ എവിടെ ഉള്ളത്? ഈ ന്യൂക്ലിയസിനകത്ത് ഇങ്ങനെ കുറേ. അത് ഇവിടുന്ന് വന്നത് അങ്ങനെ അവിടെ ലെറ്റർ വന്നു. നിങ്ങൾ തിന്ന ചോറ്, നിങ്ങൾ കുടിച്ച കഞ്ഞി, ഉപ്പേരി, മീൻ പൊരിച്ചത്, ഇതൊക്കെ അവിടേക്ക് വേണ്ട സാധനം പടച്ചോൻ എന്ത് ചെയ്തിട്ടുണ്ട്? കൃത്യമായി സെഡിമെൻ്റാക്കി ലെറ്ററുകളാക്കി അവിടെ കൊണ്ടുവന്നു. എന്നിട്ട് കുറച്ച് ആദ്യം കണ്ടോ, എന്നിട്ട് ആ ഉണ്ടാക്കിയ സാധനം, അതിന് മെസ്സഞ്ചർ അറിഞ്ഞ ദൂതൻ എന്നാണ് പറയുക. അയാൾ പുറത്തേക്ക് പോകും. പുറത്ത് പോയിട്ട് ആ പ്രോട്ടീൻ സിന്തസിസ് മെഷീനറി കിടക്കുന്നത് മർമ്മത്തിന് പുറത്താണ്. കോശത്തിനകത്ത് മർമ്മമല്ലാത്ത ബാക്കി ഭാഗത്താണ്. ആ പ്രോട്ടീൻ സിന്തസിസ് ഉണ്ടാക്കുന്ന മെഷീനിലേക്ക് കയറും. അപ്പോൾ എന്നിട്ട് ഈ മെസ്സഞ്ചർ RNA വീണ്ടും വായിച്ച് അതിനനുസൃതമായിട്ടുള്ള പ്രോട്ടീൻ ഉണ്ടാക്കുന്നതാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. ജസ്റ്റ് കണ്ടതിന് ശേഷം പിന്നെ ഞാൻ ഒരുമിച്ച് പറയാം. ഓക്കെ, നമ്മളൊരു സാങ്കേതികമായൊരു ചെറിയൊരു പരിമിതി വിഷയത്തിലുണ്ട്, ക്ഷമിക്കണം. ഇത് കഴിയാനായി, ഇത് കുറച്ചോളൂ.
ഈ ലെറ്ററുകൾ ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ലെറ്ററുകൾ ഇവിടെ ഉണ്ട്. ഈ ലെറ്ററുകൾ ഇങ്ങനെ ഓരോന്നും വേണ്ടതിനനുസരിച്ചിട്ട് ചേർത്ത് തുന്നിക്കൂട്ടി മെസ്സഞ്ചർ RNA ഉണ്ടാക്കി അതിന് പുറത്തേക്ക് വിടും. എന്താണോ ആ ജീനിൽ പറഞ്ഞത് അതിൻ്റെ ഒരു ഡാറ്റനെ അങ്ങനത്തെ ഒരു വേറൊരു സാധനം കോപ്പി ഉണ്ടാക്കിങ്ങാണ്ട് പുറത്തേക്ക് വിടും. അത് പുറത്തേക്ക് പോകുന്നതാണ് കാണുന്നത് മെസ്സഞ്ചർ RNA. ചെറിയ എഡിറ്റിംഗ് ഒക്കെ ആവശ്യമുള്ളതൊക്കെ വരുത്തും. അതിനൊക്കെയുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ഉണ്ട്. അത്യാവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ മുറിച്ച് കളയും. അതുകൊണ്ട് ബാക്കിയുള്ളതിന് തുന്നി ചേർക്കും. എന്നിട്ട് അത് ന്യൂക്ലിയസിൻ്റെ പുറത്തേക്ക് പോകും. കാരണം പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യാനുള്ള അമിനോ ആസിഡും കാര്യങ്ങളൊക്കെ മെഷീനൊക്കെ ഉള്ളത് പുറത്താണ്. എന്നിട്ട് അതിൻ്റെ അതിനെ ഈ സാധനം പോയിട്ട് ഈ പ്രോട്ടീൻ ഉണ്ടാക്കുന്ന മെഷീനിലേക്ക് അതിനെ കയറ്റും. പ്രോട്ടീൻ നമ്മൾ പറഞ്ഞു അമിനോ ആസിഡുകൾ ചേർന്നിട്ടാണ് പ്രോട്ടീൻ ഉണ്ടാവുന്നത്. ഓരോ അമിനോ ആസിഡും കൊണ്ടുവരാൻ സവിശേഷമായ വാഹനങ്ങളുണ്ട്. ട്രാൻസ്പോർട്ട് RNA എന്ന് പറയും. അതിൻ്റെ ഭാഷ അത് ഏതാണെന്നുള്ളത് ഇവിടെ നോക്കിയിട്ട് മനസ്സിലാവുക. നേരത്തെ പറഞ്ഞ ATG അതിനെ ഡീകോഡ് ചെയ്യുന്ന ബേസാണിത്. ഓരോന്നിനും ഓരോ സാധനങ്ങളുണ്ടായിരിക്കും. അതിനെ ഡീകോഡ് ചെയ്തിട്ട് ഓരോന്നും വായിച്ച് അതിന് വേണ്ട അമിനോ ആസിഡ് എന്താണോ അതിനെ പിക്ക് ചെയ്തിട്ട് തുന്നിച്ചേർത്ത് ഓരോന്നും തുന്നിച്ചേർത്ത് അവസാനം സ്റ്റോപ്പ് കോഡോൺ മതി എന്ന് പറയുന്ന ഒരു കോഡോൺ ഉണ്ടാവും. ആ സ്ഥലത്തെത്തുന്ന സമയത്ത് ഈ പ്രക്രിയ പൂർണ്ണമായി ഈ സാധനം കൊഴിഞ്ഞങ്ങ് വീഴും. എന്നിട്ട് അത് കൃത്യമായ രീതിയിൽ മടങ്ങി ഒരു പ്രോട്ടീനായി അതിൻ്റെ ധർമ്മം എന്താണോ അത് നിർവഹിക്കും. നോക്കി എന്തുമാത്രം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു വിഷയമാണ് നമ്മുടെ ഓരോരുത്തരുടെ ഈ കോശങ്ങളിൽ അനുനിമിഷവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രക്രിയയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മൈക്രോ ആയിട്ടുള്ള ചെറിയ എററുകൾ എന്തെങ്കിലും വന്നെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യാനുള്ള പ്രൂഫ് റീഡിങ് ഇതേ കോശത്തിനകത്ത് തന്നെ ഉണ്ട്. ഇത്രയും സംഭവം ഇങ്ങനെയാണ് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ സ്ഥലത്ത് വന്നത്. ഇങ്ങനെയാണ് നിങ്ങളുടെ കണ്ണ്, കാത്, ചെവി എല്ലാം അങ്ങനെയാണ് സംഭവിച്ചത്. എന്നിട്ട് ഇവർ പറയുന്നു ഇതിൽ വന്ന ബേസ് പെയറുള്ള ചേഞ്ചിനാട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞ മ്യൂട്ടേഷൻ ആകസ്മികമായി അവിചാരിതമായി എങ്ങനെയൊക്കെയോ സംഭവിച്ചതാണ് എന്ന് പറയുന്നവൻ ബുദ്ധിയുള്ളവനും. നിങ്ങൾ ഇതിൽ ചെറിയ ചേഞ്ചുകൾ പോലും വലിയ അസുഖങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് കാണാൻ കഴിയും. പ്രോട്ടീൻ ഇപ്പം ലാസ്റ്റ് സ്റ്റെപ്പിൽ പ്രോട്ടീൻ മടങ്ങിയ ഒരു സ്റ്റൈൽ കണ്ടില്ലേ, ആ മടക്കലൊന്ന് വേറെ രീതി മടങ്ങിയാൽ പോലും അത് പ്രശ്നമാണ്. അത്രയും ഫൈൻ ട്യൂൺഡാണ് ഈ സംഭവം. അവസാനത്തെ സ്ലൈഡ് അഗ്നോസ്റ്റിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞങ്ങൾക്ക് വിഷയമേ അല്ല എന്ന് പറയുന്നതാണ്. അങ്ങനത്തെ ആളോട് ഇതൊരു വിഷയമാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കൽ മാത്രമാണ് നമ്മുടെ ഓപ്ഷൻ. ചെറിയൊരു ഉദാഹരണം പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കും. നിങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നിങ്ങളറിയാതെ ഒരു എണീറ്റപ്പോൾ നിങ്ങളൊരു അടിപൊളി ഫ്ലൈറ്റിൽ എല്ലാ സംവിധാനങ്ങളുള്ള, പക്ഷേ അവിടെ ബുദ്ധിയുള്ളൊരു മനുഷ്യന് സമാധാനമായിരിക്കണമെങ്കിൽ 3 ചോദ്യങ്ങളുടെ ഉത്തരം വരണം. ഞാൻ എങ്ങനെ ഇവിടെ എത്തി? ഇതെങ്ങോട്ടാണ് പോണത്? എന്തിനാണ് എന്നെ അങ്ങോട്ട് കൊണ്ടുവന്നത്? ഇവിടെ ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നല്ലോ ഞാൻ ഇവിടെ വന്നു. ഈ വണ്ടി എങ്ങോട്ടാണ് പോണത്? ആരാ കൊണ്ടുവന്നത്? എന്തിനാ കൊണ്ടുവന്നത് എന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാത്തൊരു മനുഷ്യന് സമാധാനമായിട്ടിരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് സുഹൃത്തെ, നീ ഇവിടെ ഉണ്ടായിരുന്നില്ല, നീ ഇവിടെ വന്നതിന് എന്താ ഉദ്ദേശം എന്നുള്ളത് നീ ചിന്തിക്കണം. നിന്നെ ആരാ കൊണ്ടുവന്നത് നീ ആലോചിക്കണം എന്നുള്ള ബോധ്യത്തിലേക്ക് അവരെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു നമ്മുടെ ഈ പറഞ്ഞതും കേട്ടതും എല്ലാം സ്വാലിഹായ അമലായി നമ്മളൊന്ന് സ്വീകരിക്കട്ടെ. വന്നുപോയ വീഴ്ചകൾ പുറത്തിരട്ടെ. വാഹൃദ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.